ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് 4ാം ക്ലാസ്സിൻ്റെ മാത്സിൽ വരുന്ന 8ാമത്തെ ചാപ്റ്ററാണ്. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് മെഷറിംഗ് ലെങ്ത്സ് ആണ്. ഇതിൻ്റെ പാർട്ട് 1 വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അത് കാണാത്തവരൊക്കെ നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റിൽ പോയിട്ട് സ്റ്റാൻഡേർഡ് 4 മാത്സിൽ നോക്കിയാൽ വീഡിയോ കാണുന്നതാണ്. ഓക്കെ, സോ നമുക്ക് അതിൻ്റെ ബാലൻസ് പോർഷൻസ് നോക്കാം. ഈ ചാനലിൽ പറഞ്ഞിട്ടുള്ളത് സെൻറ്റിമീറ്റേഴ്സിനെ കുറിച്ചും മില്ലിമീറ്റേഴ്സിനെ കുറിച്ചുമായിരുന്നു. ഇനി ബാലൻസ് എന്താണ് പറയുന്നത് നോക്കാം. ഷോർട്ട് ലെങ്ത്സ്, ചെറിയ നീളങ്ങൾ. ക്യാൻ യു നെയിം സം ഒബ്ജക്ട്സ് ലെസ് ദാൻ എ സെൻറ്റിമീറ്റർ ലോങ്? നിങ്ങൾക്ക് 1 സെൻറ്റിമീറ്ററിനെക്കാട്ടിലും കുറവുള്ള ഏതെങ്കിലും വസ്തുക്കളുടെ പേരുകൾ പറയാൻ കഴിയുമോ എന്നാണ് ചോദിച്ചത്. നമ്മൾ പറഞ്ഞ പെന്നും ബുക്കും പെൻസിലൊക്കെ എന്തായിരുന്നു, സെൻറ്റിമീറ്ററിനെക്കാട്ടിലും കൂടുതലായിരുന്നു അല്ലേ. 4, 5, 6 അത്രയ്ക്ക് സെൻറ്റിമീറ്റർ വരുന്ന ഒബ്ജക്ട്സ് ആയിരുന്നു നമ്മൾ പറഞ്ഞത്. ഇവിടെ നിങ്ങളടുത്ത് ചോദിച്ചത് സെൻറ്റിമീറ്ററിനെക്കാട്ടിലും കുറവ് ഉള്ള ഒബ്ജക്ട്സ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഓരോ ഓപ്ഷൻ തന്നിട്ടുണ്ട്. എന്താണ് ഓരോ ഒബ്ജക്റ്റിൻ്റെ പേര് തന്നിട്ടുണ്ട്. സ്ക്രൂ. ഇവിടെ നോക്കിക്കേ, സ്ക്രൂ മെഷർ ചെയ്ത് കാണിച്ച് തന്നിട്ടുണ്ട്. 1 സെൻറ്റിമീറ്ററിനെക്കാട്ടിലും കുറവാണ് അല്ലേ. 1 എന്നുള്ള സെൻറ്റിമീറ്ററിൻ്റെ വരൻ്റെ അടുത്ത് വരുന്നില്ല. അതിൻ്റെ തൊട്ട് പുറകിലായിട്ട് എത്ര മില്ലിമീറ്റർ ആണ് വരുന്നത്? 5, 6, 7, 8 മില്ലിമീറ്റേഴ്സ് ആണ് നമ്മുടെ സ്ക്രൂവിൻ്റെ ലെങ്ത് വരുന്നത്. ഇനി ഇതുപോലത്തെ വേറെയും ഒബ്ജക്റ്റിൻ്റെ പേര് എഴുതാനാണ് നമ്മളെടുത്ത് പറഞ്ഞത്. അതായത് 1 സെൻറ്റിമീറ്ററിൽ താഴെയാണ് അതിൻ്റെ നീളം വരേണ്ടത്. വേറെ എന്തൊക്കെ ഒബ്ജക്ട്സ് നമുക്ക് എഴുതാം? ഷർട്ടിലുള്ള ബട്ടൺസ് എഴുതാം, പെൻസിൽ ടിപ്പ് എഴുതാം, കളർ ടിപ്പ് എഴുതാം. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ അവിടെ എഴുതി ചേർക്കുക. സോ 1 സെൻറ്റിമീറ്ററിനെക്കാട്ടിലും കുറവ് ലെങ്ത്ത് വരുന്ന വേറൊരാളാണ് ആൻറ്റ്. നമുക്ക് ആൻറ്റിനെയും എഴുതാം. 1 സെൻറ്റിമീറ്ററിനെക്കാട്ടിലും കുറവാണ് ലെങ്ത്ത് വരുന്നത്. നമുക്കൊന്ന് മെഷർ ചെയ്യാം. കറക്റ്റ് എവിടെ വെക്കണം? മെഷർ ചെയ്യുമ്പോൾ ഒരറ്റം 0 പോയിന്റിൽ വെക്കണം. എന്നിട്ട് എവിടെയാണ് അവസാനിക്കുന്നത് നോക്കുക. 1 സെൻറ്റിമീറ്റർ ഇല്ലല്ലോ, എത്രയാണുള്ളത്? എണ്ണി നോക്കിക്കേ. 5, 6, 7, 8 മില്ലിമീറ്റേഴ്സ് ആണുള്ളത്. സോ ഈ ഒരു ആൻറ്റിൻ്റെ നീളം 8 മില്ലിമീറ്റേഴ്സ്. ഓക്കെ, ഇനി അടുത്തത് താഴെ നിങ്ങൾക്കൊരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ്. ഇൻ ദി എക്സലൻസ് ഫെസ്റ്റ് സനൂസ് ഫ്രണ്ട്സ് ആർ മെഷറിംഗ് ദി ലെങ്ത് ഓഫ് സം ഒബ്ജക്റ്റ്. എക്സലൻറ്റ് ഫെസ്റ്റിൽ സനുവിൻ്റെ ഫ്രണ്ട്സ് എന്താണ്? കുറച്ച് ഒബ്ജക്റ്റിൻ്റെ ലെങ്ത് മെഷർ ചെയ്യാണ്. ഹെൽപ്പ് ദം ടു കംപ്ലീറ്റ് ദ ടേബിൾ. അവരെ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കാനാണ് പറഞ്ഞത്. ഫസ്റ്റത്തെ കോളത്തിൽ നെയിമാണ് തന്നിട്ടുള്ളത്. റാണി, ചിന്നു. ഒബ്ജക്റ്റ്, അവർ മെഷർ ചെയ്യുന്ന ഒബ്ജക്റ്റ് വസ്തു എന്താണ്? റിബണാണ്. ഇനി അടുത്ത കോളത്തിൽ തന്നിട്ടുള്ളത് ഇൻ സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് മില്ലിമീറ്റേഴ്സിലാണ്. അവൾക്ക് കിട്ടിയ റിബണിൻ്റെ ലെങ്ത്ത് സെൻറ്റിമീറ്ററിലും മില്ലിമീറ്ററിലും അവൾ എഴുതിയിട്ടുണ്ട്. 16 സെൻറ്റിമീറ്ററും 5 മില്ലിമീറ്ററുമാണ് അവൾക്ക് റിബണിൻ്റെ നീളം കിട്ടിയത്. ഇനി നമ്മളെടുത്ത് പറയുകയാണ് ഇത് മില്ലിമീറ്റേഴ്സിലേക്ക് മാത്രം എഴുതാൻ. നമുക്കറിയില്ലേ, സെൻറ്റിമീറ്റേഴ്സ് തന്നിട്ട് മില്ലിമീറ്റേഴ്സിലേക്ക് എഴുതാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ. നമ്മൾ ഇങ്ങനെ തന്നാൽ എഴുതാൻ കഴിഞ്ഞ പാർട്ട് 1 വീഡിയോയിൽ ഒരു ട്രിക്ക് പറഞ്ഞിരുന്നു അല്ലേ. ഇങ്ങനെ സെൻറ്റിമീറ്ററിലും മില്ലിമീറ്ററിലും തന്നിട്ട് മില്ലിമീറ്റേഴ്സിൽ മാത്രമായിട്ട് എഴുതാൻ പറഞ്ഞാൽ കാൽക്കുലേറ്റ് ചെയ്യാതെ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ ഉത്തരം എഴുതാം? 16 സെൻറ്റിമീറ്ററും 5 മില്ലിമീറ്റേഴ്സുമുള്ളത് ഒരുമിച്ചങ്ങ് എഴുതുക. അതായത് 16, 5 എന്ന് ഒരുമിച്ച് എഴുതുക. അപ്പോൾ നമുക്ക് 165 എന്ന് കിട്ടും. 165 മില്ലിമീറ്റേഴ്സ് ആണ് ഇവിടെ ഉത്തരം വരിക. ഇനി നമുക്ക് ഇതെന്നെ കാൽക്കുലേറ്റ് ചെയ്ത് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. 16 സെൻറ്റിമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എത്ര മില്ലിമീറ്റേഴ്സ് ആണെന്ന് കാണാൻ നമ്മൾ 16 × 10 ചെയ്താൽ മതി. കാരണം 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 10 മില്ലിമീറ്റർ ആണ്. സോ 16 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 16 × 10 മില്ലിമീറ്റേഴ്സ് ആണ്. 16 × 10 എത്ര കിട്ടും? 160 കിട്ടും. 16 സെൻറ്റിമീറ്റർ 160 മില്ലിമീറ്റർ ആണെന്ന് നമുക്ക് കിട്ടി. ഇനി 5 മില്ലിമീറ്റർ കൂടി ഇതിനോട് കൂട്ടുക. 160 + 5 എത്രയാണ്? 165 മില്ലിമീറ്റേഴ്സ് ആണ്. നമ്മൾ അതേ എഴുതിയ ഉത്തരവും ഇതും സെയിം തന്നെയല്ലേ. ഇനി രണ്ടാമത്തത് ടിനു അപ്പു ആണ് പേര് വരുന്നത്. അവരെന്താണ് മെഷർ ചെയ്തത്? ജ്യൂട്ട് സ്ട്രിങ് ആണ്.
സെൻറ്റിമീറ്ററിലും മില്ലിമീറ്ററിലും നമ്മൾ എഴുതണം. മില്ലിമീറ്റേഴ്സിൽ മാത്രമായിട്ട് നമുക്ക് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 256 തന്നിട്ടുണ്ട്. മില്ലിമീറ്റേഴ്സ് തന്നിട്ട് സെൻറ്റിമീറ്ററിലേക്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പാർട്ട് 1 വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. എങ്ങനെ കാണാമെന്ന് നമുക്കിവിടെ ഒന്ന് ചെയ്തു നോക്കാം. മില്ലിമീറ്ററിൽ തന്നിട്ട് സെൻറ്റിമീറ്റർ കാണാൻ വേണ്ടിയിട്ട് ഡിവൈഡഡ് ബൈ 10 ചെയ്താൽ മതി. 256 ഡിവൈഡഡ് ബൈ 10. 25 എത്ര 10 ഉണ്ട്? 2 10 ആണുള്ളത്. സോ നിങ്ങൾ അവിടെ മുകളിൽ 2 എഴുതുക. 2 10 20 ബാലൻസ് 56 വരും. 56ൽ 5 10 ആണുള്ളത്. 5 10 50 ബാലൻസ് 6 വരും. ഇതുവരെയാണ് നമ്മുടെ ഡിവിഷൻ വരുന്നത്. ഇതിൽ നമുക്ക് കിട്ടിയ കോഷ്യൻ്റ് ഇല്ലേ, എത്രയാണ്? 25. അതാണ് സെൻറ്റിമീറ്റർ. താഴെ കിട്ടിയ റിമൈൻഡർ ആയിട്ടുള്ള 6 മില്ലിമീറ്റേഴ്സ്. സോ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള ഉത്തരം 25 സെൻറ്റിമീറ്റർ. CM എഴുതിയത് സെൻറ്റിമീറ്റർ ആണ്. 6 mm എഴുതിയത് മില്ലിമീറ്റർ ആണ്. സോ നമ്മുടെ ആൻസർ വരുന്നത് 25 സെൻറ്റിമീറ്ററും 6 മില്ലിമീറ്ററുമാണ്. കോഷ്യൻ്റ് ആണ് സെൻറ്റിമീറ്റർ ആയിട്ട് എഴുതുക. റിമൈൻഡർ ആണ് മില്ലിമീറ്റർ ആയിട്ട് എഴുതുക. അത് ശ്രദ്ധിക്കുക. ഓക്കെ. സോ നമുക്ക് ടേബിളിൽ എഴുതാം. എത്രയാണ് നമുക്ക് കിട്ടിയത്? 25 സെൻറ്റിമീറ്റർ ആൻഡ് 6 മില്ലിമീറ്റർ. നാലാമത്തത് മനുവും കനിയുമാണ് മെഷർ ചെയ്തത്. അവർ കളേർഡ് പേപ്പറാണ് മെഷർ ചെയ്ത് നോക്കിയത്. അവർക്ക് എത്ര കിട്ടി? 24 സെൻറ്റിമീറ്റേഴ്സ് ആണെന്നാണ് കിട്ടിയത്. ഇനി അത് എത്ര മില്ലിമീറ്റേഴ്സ് എന്നാണ് ചോദിച്ചത്. ഇങ്ങനെ സെൻറ്റിമീറ്റർ മാത്രം തന്നാൽ മില്ലിമീറ്റേഴ്സിലേക്ക് എഴുതാൻ നമ്മളൊരു ട്രിക്ക് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? 24 കഴിഞ്ഞിട്ട് ഒരു 0 ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് 240 എന്ന ആൻസർ കിട്ടും. ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുകയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? 24 × 10 ആണ് ചെയ്യേണ്ടത്. 24 × 10 നമുക്ക് 240 അല്ലേ കിട്ടുന്നത്. സോ എങ്ങനെയാണ് ഉത്തരം കിട്ടിയതെന്ന് മനസ്സിലായില്ലേ? എളുപ്പത്തിൽ കിട്ടാൻ അവിടെ നിങ്ങളൊരു 0 ആഡ് ഓൺ ചെയ്ത് കൊടുത്താൽ മതി. അവസാനത്തത് സാക്ഷി ശ്രേയ ആണ് ചെയ്തത്. എന്താണ്? ഒരു തിക്ക് സ്ട്രിങ് ആണ് അവർ മെഷർ ചെയ്ത് നോക്കിയത്. ഇവിടെ നമുക്ക് മില്ലിമീറ്റേഴ്സ് മാത്രമാണ് തന്നിട്ടുള്ളത്. ഇത് എത്ര സെൻറ്റിമീറ്റേഴ്സ് ആണെന്ന് നമ്മളിവിടെ എഴുതണം. അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? 140 ഡിവൈഡഡ് ബൈ 10 ചെയ്ത് നോക്കിക്കേ. എത്ര കിട്ടും? 140 ഡിവൈഡഡ് ബൈ 10 എത്രയാ കിട്ടുന്നേ? 14 സെൻറ്റിമീറ്റേഴ്സ് കിട്ടും. ഇതെങ്ങനെയാണ് കിട്ടിയതെന്ന് ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്തത് മനസ്സിലായില്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കുക. ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പേജ് നോക്കാം. ഈർക്കിൾ റെക്റ്റാങ്കിൾസ്. Tinu is making a square of side 9 centimeters 5 millimeters using ഈർക്കിൾ ബിറ്റ്സ്. അതായത് ഓരോ ഈർക്കിൾ കൊള്ളി കൊണ്ട് ടിനു എന്താണ്? ഒരു സ്ക്വയർ ആണ് നിർമ്മിക്കുന്നത്. എന്നിട്ട് ഓരോ ഈർക്കിളിൻ്റെയും നീളം എന്ന് പറയുന്നത് എത്രയാണ്? 9 സെൻറ്റിമീറ്ററും 5 മില്ലിമീറ്റേഴ്സും ആണ്. ഇവിടെ അവൻ ഉണ്ടാക്കുന്നത് എത്രയാണ്? എന്താണ്? സ്ക്വയർ ആണ്. ഓക്കെ. വാട്ട് ഈസ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് ഈർക്കിൾ ബിറ്റ്സ് ഷീ കട്ട് ഓഫ് ഫോർ ദിസ്? അതായത് ടോട്ടൽ ഈർക്കിൾ ബിറ്റ്സിൻ്റെ ലെങ്ത് ആണ് ഇവിടെ ചോദിച്ചത്. നന്നായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ ടിനു എന്താണ് ഉണ്ടാക്കുന്നത്? ഒരു സ്ക്വയർ ആണ്. ഈർക്കിൾ ബിറ്റ്സ് ഉപയോഗിച്ചിട്ട് അവൾ ഒരു സ്ക്വയർ ആണ് തയ്യാറാക്കുന്നത്. ഓരോ ഈർക്കിൾ ബിറ്റിൻ്റെ നീളം എന്ന് പറയുന്നത് 9 സെൻറ്റിമീറ്ററും 5 മില്ലിമീറ്ററുമാണ്. ഇവിടെ CM എഴുതിയത് സെൻറ്റിമീറ്ററും MM എഴുതിയത് മില്ലിമീറ്ററും ആണ്. ഓക്കെ. ഇനി നമുക്ക് ഒരു സ്ക്വയർ എന്നല്ലേ പറഞ്ഞത്? ഒരു സ്ക്വയറിന് എത്ര ഈർക്കിൾ വേണം ഒരു സ്ക്വയർ നിർമ്മിക്കാൻ? നമുക്ക് സ്ക്വയർ നിർമ്മിച്ച് നോക്കാം. ഒരു ഈർക്കിൾ ഉപയോഗിച്ചു, 2 ഈർക്കിൾ ഉപയോഗിച്ചു, 3, 4. ഇപ്പോൾ സ്ക്വയർ ആയില്ലേ? 4 ഈർക്കിൾ ബിറ്റ്സ് വെച്ചപ്പോൾ സ്ക്വയർ ആയി. സോ നമുക്കൊരു സ്ക്വയർ നിർമ്മിക്കാൻ എത്ര ഈർക്കിൾ ബിറ്റ്സ് വേണം? 4. അപ്പോൾ 9 സെൻറ്റിമീറ്ററും 5 മില്ലിമീറ്റേഴ്സുമുള്ള 4 സ്റ്റിക്കുകളാണ് നമ്മുടെ ടിനു ഉപയോഗിച്ചിട്ടുള്ളത്. ഓരോ സ്റ്റിക്കുമാണ് 9 സെൻറ്റിമീറ്ററും 5 മില്ലിമീറ്ററെന്നും ഓർക്കുക.
ഓക്കെ, ഓരോ സ്റ്റിക്ക് വീതമാണ്, ഓരോ സ്റ്റിക്കിൻ്റെ ലെങ്ത്താണത്. സോ മിനു ഒരു സ്റ്റിക്ക് എടുത്തു, 9 സെൻറ്റിമീറ്റർ 5 മില്ലിമീറ്റർ ഉള്ള രണ്ടാമത്തെ സ്റ്റിക്കും എടുത്തു, അതും ഇതേ സെയിം ലെങ്ത് തന്നെയാണ്. മൂന്നാമത്തതും ഇതേ ലെങ്ത് ഉള്ളതാണ്, നാലാമത്തതും ഇതേ ലെങ്ത് തന്നെയാണ്. സോ 4 പ്രാവശ്യം 9 സെൻറ്റിമീറ്ററും 5 മില്ലിമീറ്ററും ഉള്ളത് ഉപയോഗിച്ചിട്ടുണ്ട്. സോ 4 9 ഉണ്ടല്ലേ, സെൻറ്റിമീറ്റർ മാത്രം കണ്ടുപിടിക്കുകയാണെങ്കിൽ 4 × 9 36 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ടോട്ടൽ ലെങ്ത്ത് കാണാൻ വേണ്ടിയിട്ടാണ്, മൊത്തത്തിലുള്ള ലെങ്ത്ത് എല്ലാ സ്റ്റിക്കിങ്ങിൻ്റെയും കൂടി ലെങ്ത്ത് നമ്മളിവിടെ കൂട്ടുകയാണ്. ഇനി മില്ലിമീറ്ററിൻ്റെത് മാത്രം കൂട്ടുകയാണ്, അതായത് 4 × 5 എത്ര കിട്ടി? 20 മില്ലിമീറ്റേഴ്സിനും കിട്ടി. ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ ബിറ്റ്സിൻ്റെയും എല്ലാ ഈർക്കിളിൻ്റെയും ലെങ്ത്താണ് 36 സെൻറ്റിമീറ്ററും 20 മില്ലിമീറ്റേഴ്സും. ഓക്കെ, ഇതുവരെ ചെയ്തത് മനസ്സിലായില്ല. സോ നമുക്ക് ടോട്ടൽ ലെങ്ത്ത് 36 സെൻറ്റിമീറ്റേഴ്സും 20 മില്ലിമീറ്റേഴ്സിനും കിട്ടി. ഇനി ചോദിക്കുകയാണ്, ഹൗ മെനി സെൻറ്റിമീറ്റേഴ്സ് ഈസ് 20 മില്ലിമീറ്റേഴ്സ്? അടുത്ത് ചോദിക്കുകയാണ്, 20 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെൻറ്റിമീറ്റർ ആണ്? മില്ലിമീറ്റർ തന്നാൽ സെൻറ്റിമീറ്റർ കാണാൻ നമ്മൾ പഠിച്ചിട്ടില്ലേ? 20 ÷ 10 എത്രയാണ്? 2. 20 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 സെൻറ്റിമീറ്റർ ആണ്. സോ നിങ്ങൾ അവിടെ എഴുതി കൊടുക്കുക 2 സെൻറ്റിമീറ്റർ, 2 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് 36 സെൻറ്റിമീറ്റേഴ്സിനും 2 സെൻറ്റിമീറ്റേഴ്സിനും കിട്ടി. ഇത് രണ്ടും കൂടി കൂട്ടിക്ക് എത്ര കിട്ടും? 38 എന്ന് കിട്ടും. സോ നമ്മുടെ ഈർക്കിളിൻ്റെ ടോട്ടൽ ലെങ്ത്ത് എത്ര കിട്ടി? 38 സെൻറ്റിമീറ്റേഴ്സിന് കിട്ടി. മനസ്സിലായല്ലോ? ഇത് നമുക്ക് വേറെ മോഡലിൽ എഴുതാമെന്നാണ് പറയുന്നത്. ലെങ്ത് ഓഫ് 1 ഈർക്കിൾ ബിറ്റ് എത്രയാണ്? 9 സെൻറ്റിമീറ്ററും 5 മില്ലിമീറ്റേഴ്സും ആണ്. ഇനി ലെങ്ത് ഓഫ് 4 ഈർക്കിൾ ബിറ്റ്സ് ആണ് നമ്മൾ കാണുന്നത്. കാരണം ഒരു സ്ക്വയർ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 4 ഈർക്കിൾ ബിറ്റ്സ് ആണ് ആവശ്യമുള്ളത്. സോ 4 × 9 സെൻറ്റിമീറ്റേഴ്സ് + 5 മില്ലിമീറ്റേഴ്സ് ചെയ്യാം. എന്നിട്ട് എത്രയാണ്? 9 സെൻറ്റിമീറ്ററും 5 മില്ലിമീറ്റേഴ്സിനെയും മില്ലിമീറ്ററിൽ മാത്രം പറയുമ്പോൾ എന്താണ്? സിമ്പിളായിട്ട് കണ്ടുകൂടെ? എന്താണ്? 9നെയും 5നെയും അങ്ങ് ഒട്ടിച്ച് എഴുതിയാൽ മതി. 9 സെൻറ്റിമീറ്ററും 5 മില്ലിമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ 95 മില്ലിമീറ്റേഴ്സ് ആണ്. ഓക്കെ, അതൊക്കെ നമ്മൾ കഴിഞ്ഞ ടേബിൾ പൂരിപ്പിച്ചപ്പം പഠിച്ചതാണ് അല്ലേ? സോ 4 × 95 എത്രയാണ്? നമുക്ക് 380 മില്ലിമീറ്റേഴ്സ് എന്ന് കിട്ടി. ഇനി 380ന് നമുക്ക് എത്ര സെൻറ്റിമീറ്റർ ഉണ്ടെന്ന് കാണാൻ 380 ÷ 10 ചെയ്യാം. നമുക്ക് 38 സെൻറ്റിമീറ്റർ ആണെന്ന് കിട്ടും അല്ലേ? സെയിം, അതായത് മില്ലിമീറ്ററിന് സെൻറ്റിമീറ്ററിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ÷ 10 അല്ലേ ചെയ്യേണ്ടത്? നമ്മൾ കഴിഞ്ഞ കുറേ ടേബിൾ ഫില്ല് ചെയ്തപ്പോഴൊക്കെ പറഞ്ഞതാണല്ലേ. സോ നമ്മൾക്ക് എത്ര കിട്ടി? 38 സെൻറ്റിമീറ്റേഴ്സിന് കിട്ടി. ഇത് തന്നെയല്ലേ, ഇതേ ഉത്തരം തന്നെയല്ലേ നമുക്ക് മുകളിലും കിട്ടിയത്? സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എളുപ്പമുള്ള രീതിയിൽ നിങ്ങൾ ചെയ്യാൻ പഠിച്ചാൽ മതി. 2 മോഡലായാലും കുഴപ്പമില്ല, ആൻസർ കറക്റ്റാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, സാക്ഷി ഈസ് മേക്കിംഗ് എ റെക്റ്റാങ്കിൾ വിത്ത് 4 ഈർക്കിൾ ബിറ്റ്സ്. സാക്ഷി എന്താണ് ഉണ്ടാക്കുന്നത്? റെക്റ്റാങ്കിൾ ആണ്, 4 ഈർക്കിൾ ബിറ്റ്സ് ആണ് അവൾ ഉപയോഗിക്കുന്നത്. ദ ടോട്ടൽ ലെങ്ത് ഓഫ് 2 pieces 20 സെൻറ്റിമീറ്റർ ആൻഡ് 4 മില്ലിമീറ്റേഴ്സ്. എന്താണ്? 2 ഈർക്കിളിൻ്റെയും ടോട്ടൽ എന്താണ്? 20 സെൻറ്റിമീറ്ററും 4 മില്ലിമീറ്റേഴ്സും ആണ്. ടോട്ടൽ ലെങ്ത് ഓഫ് അതർ 2 pieces 16 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് 6 മില്ലിമീറ്റേഴ്സ്. മറ്റേ 2 ഈർക്കിളിൻ്റെ ടോട്ടൽ എത്രയാണ്? 16 സെൻറ്റിമീറ്ററും 6 മില്ലിമീറ്ററുമാണ്. വാട്ട് ഈസ് ദി ടോട്ടൽ ലെങ്ത് ഓഫ് ഓൾ ദി 4 പീസസ്? എന്താണ് ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് എന്നാണ് ചോദിച്ചത്. ഹെൽപ്പ് സാക്ഷി ടു കാൽക്കുലേറ്റ് ദി ലെങ്ത്ത്. സാക്ഷിനെ നമ്മളെടുത്ത് ലെങ്ത്ത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാനാണ് പറഞ്ഞത്. റൈറ്റ് ഹൗ യു കാൽക്കുലേറ്റഡ്. നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തതെന്ന് താഴെ എഴുതാം. സോ ഫ്രണ്ട്സ്, ഇവിടെ നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നതാണ് ഒരു റെക്റ്റാങ്കിളിൽ 4 സൈഡുകളാണ് ഉണ്ടാവുക. അതിൻ്റെ ഈ 2 സൈഡുകളും, ഈ മേലത്തെ സൈഡും അടിയിലത്തെ സൈഡും എന്താണ്? ഈക്വൽ ആയിരിക്കും.
പിന്നെ രണ്ട് സൈഡിലത്തെ ചെറിയ സൈഡുകളും എന്താണ്, അതും തുല്യമായിരിക്കും. ഓക്കെ, സോ ഒരു റെക്റ്റാങ്കിളിൻ്റെ രണ്ട് സൈഡ് ഈക്വൽ ആയിരിക്കും, ഓപ്പോസിറ്റുള്ള ചെറിയ രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കും. ഇനി നമ്മളെടുത്ത് ചോദ്യത്തിൽ പറഞ്ഞത് നമുക്ക് നോക്കാം. നമുക്ക് ഇതിൻ്റെ സൈഡുകളെ എ ബി നിന്ന് മാർക്ക് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എയും ബിയും കൂട്ടിയാൽ നമുക്ക് കിട്ടുക 20 സെൻറ്റിമീറ്ററും 4 മില്ലിമീറ്ററും ആണെന്ന് നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട് കേട്ടോ. അതായത് ഈ രണ്ട് സൈഡുകളും കൂടി കൂട്ടിയാൽ നമുക്ക് 20 സെൻറ്റിമീറ്ററും 4 മില്ലിമീറ്ററും ആണ് കിട്ടുക. ഇനി നമ്മുടെ റെക്റ്റാങ്കിളിൻ്റെ ചെറിയ രണ്ട് സൈഡുകളെ നമുക്ക് എക്സ് വൈ എന്ന് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഈ എക്സും വൈയും കൂട്ടിയാൽ എത്രയാണ്? എക്സും വൈയും കൂട്ടിയാൽ 16 സെൻറ്റിമീറ്ററും 6 മില്ലിമീറ്റർ ആണെന്നും നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. ഇനി നമ്മളെടുത്ത് എന്താണ് ചോദിച്ചത്? ഈ റെക്റ്റാങ്കിളിൻ്റെ ടോട്ടൽ ലെങ്ത്ത്. ടോട്ടൽ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ഈ 4 സൈഡുകളും കൂടി കൂട്ടുന്നതല്ലേ. രണ്ട് സൈഡ് കൂട്ടിയാൽ 20 സെൻറ്റിമീറ്ററും 4 മില്ലിമീറ്ററും ആണ് തന്നിട്ടുണ്ട്. ചെറിയ രണ്ട് സൈഡുകൾ കൂട്ടിയാൽ 16 സെൻറ്റിമീറ്ററും 6 മില്ലിമീറ്ററും ആണെന്ന് തന്നിട്ടുണ്ട്. ടോട്ടൽ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ രണ്ടിനെയും കൂടി കൂട്ടിയാൽ മതി. അപ്പോൾ 4 സൈഡും കൂടി കൂട്ടിയത് കിട്ടും. ഓക്കെ, സോ നമുക്ക് 20 സെൻറ്റിമീറ്റർ പ്ലസ് 20 സെൻറ്റിമീറ്ററും 4 മില്ലിമീറ്റർ പ്ലസ് 16 സെൻറ്റിമീറ്റർ 6 മില്ലിമീറ്റർ എന്ന് ചെയ്യാം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം സെൻറ്റിമീറ്ററുകൾ മാത്രം കൂട്ടാം. ആദ്യം 20 സെൻറ്റിമീറ്ററിനെയും 16 സെൻറ്റിമീറ്ററിനെയും നമുക്ക് ആഡ് ചെയ്യാം. 20 + 16 എത്രയാണ്? 36 ആണ്. 36 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് മില്ലിമീറ്റേഴ്സിനെ മാത്രമായിട്ട് കൂട്ടി നോക്കാം. ഇവിടെ 4 മില്ലിമീറ്ററും 6 മില്ലിമീറ്ററും ആണുള്ളത്. 4 + 6 10 മില്ലിമീറ്ററിന് കിട്ടും. ഇനി നമുക്കിതിനെ സെൻറ്റിമീറ്ററിൽ മാത്രമാക്കാൻ വേണ്ടിയിട്ട് 10 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെൻറ്റിമീറ്റർ ആണ്? 10ൽ ഒരു 10 ആണുള്ളത്. സോ 10 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 1 സെൻറ്റിമീറ്റർ ആണ്. സോ ഈ 1 സെൻറ്റിമീറ്ററും 36 സെൻറ്റിമീറ്ററും കൂട്ടുക. അപ്പോൾ നമുക്ക് എത്രയാണ്? 36 + 1 എത്രയാണ്? 37 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് ആൻസർ കിട്ടും. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മുടെ ടോട്ടൽ ലെങ്ത്ത്, റെക്റ്റാങ്കിളിൻ്റെ ടോട്ടൽ ലെങ്ത്ത് എന്ന് പറയുന്നത് 37 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, നിങ്ങളടുത്ത് അവിടെ ഹൗ ഐ കാൽക്കുലേറ്റഡ് എന്ന് ചോദിച്ചിട്ടുണ്ട്. സോ നിങ്ങൾ അവിടെ എഴുതി കൊടുക്കുക. ഐ ആഡഡ് ദി സെൻറ്റിമീറ്റേഴ്സ് ഫസ്റ്റ്. നമ്മൾ ആദ്യം എന്താണ്? സെൻറ്റിമീറ്റേഴ്സ് ആണ് ആദ്യം നമ്മൾ കൂട്ടിയത്. നമ്മുടെ ചോദ്യത്തിൽ 20 സെൻറ്റിമീറ്റേഴ്സിനും 60 സെൻറ്റിമീറ്റേഴ്സിനുമാണ് തന്നിട്ടുള്ളത്. അത് കൂട്ടിയപ്പോൾ നമുക്ക് 36 സെൻറ്റിമീറ്ററിന് കിട്ടി. പിന്നെ നമ്മൾ എന്താ ചെയ്തത്? ദെൻ ഐ ആഡഡ് ദി മില്ലിമീറ്റേഴ്സ്. നമ്മൾ ഇനി മില്ലിമീറ്റേഴ്സ് ആഡ് ചെയ്തു. 4 മില്ലിമീറ്റേഴ്സ് പ്ലസ് 6 മില്ലിമീറ്റേഴ്സ് എത്ര കിട്ടി? 10 മില്ലിമീറ്റേഴ്സിന് കിട്ടി. ഇനി ഈ 10 മില്ലിമീറ്റേഴ്സിനെ കൂടി എന്തിലേക്ക് കൺവേർട്ട് ചെയ്തു? 1 സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് 1 എന്ന് കിട്ടി. ഈ 36 സെൻറ്റിമീറ്റേഴ്സിനോട് ഈ 1 സെൻറ്റിമീറ്റേഴ്സ് കൂടി നമ്മൾ ആഡ് ചെയ്തു. സോ ടോട്ടൽ ലെങ്ത്ത് എന്ന് പറയുന്നത് 37 സെൻറ്റിമീറ്റർ ആണ്. ടോട്ടൽ ലെങ്ത്ത്. The length of a pencil is 7 centimeters and 8 millimeters. ഒരു പെൻസിലിൻ്റെ നീളം എന്ന് പറയുന്നത് 7 സെൻറ്റിമീറ്റേഴ്സും 8 മില്ലിമീറ്റേഴ്സും ആണ്. And the length of another pencil is 5 centimeters and 3 millimeters. മറ്റൊരു പെൻസിലിൻ്റെ നീളം എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്ററും 3 മില്ലിമീറ്ററുമാണ്. വാട്ട് ഈസ് ദ ടോട്ടൽ ലെങ്ത്? അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ലെങ്ത് എത്രയാണെന്നാണ് ചോദിച്ചത്. നമ്മുടെ പെൻസിലിൻ്റെ നീളം 7 സെൻറ്റിമീറ്ററും 8 മില്ലിമീറ്ററും 5 സെൻറ്റിമീറ്ററും 3 മില്ലിമീറ്ററും ആണല്ലോ. നമുക്കിത് രണ്ടും കൂടി ഒന്ന് കൂട്ടി നോക്കാം. ആദ്യം സെൻറ്റിമീറ്റേഴ്സ് മാത്രം കൂട്ടാം. നമ്മൾ 7 + 5 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 12 എന്ന് കിട്ടും. സോ ഇവിടെ 12 സെൻറ്റിമീറ്റേഴ്സ് ആണുള്ളത്. ഇനി മില്ലിമീറ്റേഴ്സ് മാത്രം കൂട്ടി നോക്കിക്കേ. 8 + 3 എത്ര കിട്ടും? 11 എന്ന് കിട്ടും. സോ 11 മില്ലിമീറ്റേഴ്സുമാണ് ഇവിടെയുള്ളത്. നമുക്ക്
12 സെൻറ്റിമീറ്റർ എന്നും 11 മില്ലിമീറ്റേഴ്സ് എന്നും കിട്ടി. ഇനി നമുക്ക് 11 മില്ലിമീറ്റേഴ്സിനെ സെൻറ്റിമീറ്റേഴ്സിലേക്കൊന്ന് മാറ്റാം. 11 മില്ലിമീറ്റേഴ്സിനെ എങ്ങനെയാണ് നമ്മൾ സെൻറ്റിമീറ്റേഴ്സിലേക്ക് മാറ്റുക? 11ൽ എത്ര 10 ഉണ്ടെന്ന് നോക്കുക. അതായത് 11 ഡിവൈഡഡ് ബൈ 10 ചെയ്ത് നോക്കിയാൽ മതി. 11ൽ ഒരു 10 ആണുള്ളത്, ഒരു 10 ബാലൻസ് 1 വരും. ഈ മുകളിൽ കിട്ടുന്ന കോഷ്യൻ്റ് ആണല്ലോ സെൻറ്റിമീറ്റർ, അടിയിൽ കിട്ടുന്ന റിമൈൻഡർ മില്ലിമീറ്റർ ആണ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. സോ ഇനി ഇത് 1 സെൻറ്റിമീറ്ററിന് കിട്ടിയല്ലോ, 1 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ഇതിനെ നമ്മൾ നേരത്തെ കിട്ടിയ 12 സെൻറ്റിമീറ്ററിനോട് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 13 സെൻറ്റിമീറ്റേഴ്സ് എന്ന് കിട്ടി. ഇനി 13 സെൻറ്റിമീറ്ററും 1 മില്ലിമീറ്ററുമാണ് നമുക്കിവിടെ കിട്ടി. ഇനി ഇതിനെ നമുക്ക് മില്ലിമീറ്റേഴ്സിലേക്ക് മാത്രമായിട്ട് എഴുതാം. സെൻറ്റിമീറ്ററിൽ മാത്രമായിട്ട് എഴുതാൻ കഴിയില്ല, കാരണം 1 മില്ലിമീറ്റർ മാത്രമേ ബാലൻസ് ഉള്ളൂ. മില്ലിമീറ്ററിലേക്ക് മാത്രം എഴുതാൻ എങ്ങനെ ചെയ്താൽ മതി? ഈ 13ഉം 1ഉം കൂട്ടിച്ചേർത്താൽ മതി. രണ്ടും കൂടി അടുപ്പിച്ച് എഴുതുക. അതായത് 13ഉം 1ഉം കൂട്ടിച്ചേർത്ത് എഴുതുമ്പോൾ 131 എന്ന് കിട്ടും. സോ 131 മില്ലിമീറ്റേഴ്സ് ആണ് ഈ 2 പെൻസിലും കൂടി കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത്. മനസ്സിലായല്ലോ? ഇവിടെ കുട്ടി എന്താ പറയുന്നത് നോക്കിക്കേ. ബോയ് പറയാണ്, ദ ലെങ്ത് ഓഫ് മൈ പെൻസിൽ ഈസ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് മനൂസ് ആൻഡ് കനീസ് പെൻസിൽ. ഈ കുട്ടിയുടെ പെൻസിലിൻ്റെ നീളം എന്ന് പറയുന്നത് കനിയുടെയും മനുവിൻ്റെയും പെൻസിൽ കൂടി കൂട്ടിയാലുള്ള നീളമാണ്. അടിയിൽ നോക്കിക്കേ, ഈ ഗ്രീൻ പെൻസിലും യെല്ലോ പെൻസിലുമാണ് മനുവിൻ്റെയും കനിയുടെയും പെൻസിൽ. ഈ 2 പെൻസിലും കൂടി കൂട്ടിയാലുള്ള ആ ബ്ലൂ പെൻസിലാണ് ഈ ബോയിയുടെ പെൻസിൽ. സോ ഈ രണ്ടും കൂടി കൂട്ടിയപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടിയത്? 131 മില്ലിമീറ്റേഴ്സ് എന്നാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നമ്മൾ കണ്ടുപിടിക്കുന്ന മെത്തേഡ് 1ഉം മെത്തേഡ് 2ഉം പറയുന്നുണ്ട്. ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് 7 സെൻറ്റിമീറ്ററും 8 മില്ലിമീറ്ററും 5 സെൻറ്റിമീറ്ററും 3 മില്ലിമീറ്റേഴ്സും കൂടി കൂട്ടുക. അപ്പോൾ നമുക്ക് 12 സെൻറ്റിമീറ്റർ 11 മില്ലിമീറ്റേഴ്സ് എന്ന് കിട്ടും. ഇനി 11 മില്ലിമീറ്റേഴ്സിനെ കൂടി സെൻറ്റിമീറ്ററിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് 1 സെൻറ്റിമീറ്ററും 1 മില്ലിമീറ്ററിനും കിട്ടി. ഇനി ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് 13 സെൻറ്റിമീറ്റർ 1 മില്ലിമീറ്ററിന് കിട്ടും. നമ്മൾ ചെയ്ത കാര്യം തന്നെയാണ് ഇവിടെ റിപ്പീറ്റ് ആയിട്ട് പറയാണ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് 7 മില്ലിമീറ്റേഴ്സും 8 മില്ലിമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? മില്ലിമീറ്ററിൽ മാത്രം പറയുമ്പോൾ എത്രയാണ്? രണ്ടും കൂടി കൂട്ടി എഴുതിയാൽ മതി, അതായത് ഒരുമിച്ച് എഴുതിയാൽ മതി. അതായത് 78 മില്ലിമീറ്റേഴ്സ് എഴുതാം. ഇനി 5 സെൻറ്റിമീറ്ററും 3 മില്ലിമീറ്റേഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്? രണ്ടും ഒരുമിച്ച് എഴുതുക, കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. മില്ലിമീറ്റേഴ്സിലേക്ക് മാത്രമായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് രണ്ടും കൂടി ഒരുമിച്ച് എഴുതിയാൽ മതി. 53 മില്ലിമീറ്റേഴ്സ് എന്ന് കിട്ടി. ഇനി ഈ 78 മില്ലിമീറ്ററിനെയും 53 മില്ലിമീറ്ററിനെയും കൂടി കൂട്ടുക, ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 131 മില്ലിമീറ്റേഴ്സ് എന്ന് കിട്ടും. ഈ 2 മെത്തേഡിൽ എഴുതിയാലും ആൻസർ കറക്റ്റ് ആണ്. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കാം. ഇനി ഇവിടെ പറയാണ് സെൻറ്റിമീറ്റേഴ്സിനെ CM എന്നും മില്ലിമീറ്റേഴ്സിനെ MM എന്നുമാണ് നമ്മൾ ചുരുക്കി ഷോർട്ടായിട്ട് ഇതിൻ്റെ യൂണിറ്റിൽ പറയുമ്പോൾ എഴുതുക. ഓക്കെ, സോ നെക്സ്റ്റ് പേജ് നോക്കാം. ബ്രോക്കൺ സ്കെയിൽ. ഇവിടെ കുട്ടി പറയാണ് മൈ സ്കെയിൽ ഈസ് ബ്രോക്കൺ. ബ്രോക്കൺ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? പൊട്ടിയത്. എൻ്റെ സ്കെയിൽ പൊട്ടിയതാണ്. ഐ ഹാവ് എ പീസ് 8 സെൻറ്റിമീറ്റേഴ്സ് 4 മില്ലിമീറ്റേഴ്സ് ലോങ്. ഇവളുടെ സ്കെയിൽ പൊട്ടിയിട്ടുണ്ട്. ഇവിടെ സ്കെയിലിൽ ഇപ്പോൾ എത്രയാണ് മെഷർ ഉള്ളത്? 8 സെൻറ്റിമീറ്ററും 4 മില്ലിമീറ്ററും മാത്രമാണുള്ളത്. ബാലൻസ് പൊട്ടിപ്പോയിട്ടുണ്ട്. ഇനി മറ്റേ കുട്ടി പറയാണ് ആൻഡ് ഐ ഹാവ് ദി അതർ പീസ്. ബാലൻസ് പീസ് എൻ്റെ കയ്യിലുണ്ടെന്ന് മറ്റേ കുട്ടി പറയാണ്. ഗ്രീൻ ഡ്രസ് ഇട്ട കുട്ടി പറയാണ്. തത്തക്കുട്ടി എന്താണ് പറയുന്നത്? ടുഗദർ ദേ ഷുഡ് മേക്ക് 15 സെൻറ്റിമീറ്റർ. ഈ 2 കുട്ടികളതും കൂടി കൂട്ടിയാൽ 15 സെൻറ്റിമീറ്റർ ആണ്. നമ്മളുടേത് ഗേളിൻ്റെ കയ്യിലുള്ള സ്കെയിലിൻ്റെ മെഷർമെൻറ്റ് മാത്രമാണ് തന്നിട്ടുള്ളത്. ബോയിൻ്റെത് തന്നിട്ടില്ല. പക്ഷെങ്കിൽ ഗേളിൻ്റെതും ബോയിൻ്റെതും കൂടി കൂട്ടിയാൽ
15 സെൻറ്റിമീറ്റർ ആണെന്നും തന്നിട്ടുണ്ട്. ഇതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം, അതായത് ബോയിൻ്റെ സ്കെയിലിൻ്റെ മെഷർമെൻറ്റ് കൂടി എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. സോ നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. ഇവിടെ ഗേൾ സ്കെയിൽ തന്നിട്ടുണ്ട്, ബോയിൻ്റെത് നമുക്കറിയില്ല. ടോട്ടൽ 15 എന്ന് തന്നിട്ടുണ്ട്. ബോയിൻ്റെ സ്കെയിൽ കാണാൻ വേണ്ടിയിട്ട് ടോട്ടലിൽ നിന്ന് ഗേളിൻ്റെ സ്കെയിൽ കുറച്ചാൽ മതി. ആ ബാലൻസ് വരുന്നതായിരിക്കും ബോയിൻ്റെത്. സോ ഇവിടെ ടോട്ടൽ എന്ന് പറയുന്നത് 15 സെൻറ്റിമീറ്റർ ആണല്ലോ. ഈ 15 സെൻറ്റിമീറ്ററിൽ നിന്ന് നമുക്ക് എന്ത് കുറയ്ക്കണം? 8 സെൻറ്റിമീറ്ററും 4 മില്ലിമീറ്ററും കുറയ്ക്കണം. നമുക്ക് 15 സെൻറ്റിമീറ്ററിൽ നിന്ന് 8 സെൻറ്റിമീറ്റർ കുറയ്ക്കാൻ പറ്റും. പക്ഷേ 15 സെൻറ്റിമീറ്ററിൽ നിന്ന് 4 മില്ലിമീറ്റർ കുറയ്ക്കാൻ പറ്റില്ല. കാരണം മില്ലിമീറ്ററിൽ നിന്ന് മാത്രമേ മില്ലിമീറ്റർ കുറയ്ക്കാനും കൂട്ടാനൊക്കെ പറ്റുള്ളൂ. സോ നമുക്ക് ഇവിടെ ഒരു മില്ലിമീറ്റർ വേണം. അതുകൊണ്ട് 15 സെൻറ്റിമീറ്ററിനെ നമുക്ക് 14 സെൻറ്റിമീറ്ററിനും 10 മില്ലിമീറ്ററിനും എഴുതാം. 10 മില്ലിമീറ്ററും 1 സെൻറ്റിമീറ്ററും തുല്യമാണല്ലോ. സോ 14 സെൻറ്റിമീറ്ററും 10 മില്ലിമീറ്ററിന് എഴുതിയാലും 15 സെൻറ്റിമീറ്ററിന് തുല്യമാണ്. ഇനി നമുക്ക് കുറയ്ക്കാൻ പറ്റുമല്ലോ, കാരണം ഇവിടെ സെൻറ്റിമീറ്ററും ആയി മില്ലിമീറ്ററും ആയി. അതുകൊണ്ട് നമുക്ക് കുറച്ച് നോക്കാം. 14 സെൻറ്റിമീറ്റർ 10 മില്ലിമീറ്റർ മൈനസ് 8 സെൻറ്റിമീറ്റർ 4 മില്ലിമീറ്റർ എത്ര കിട്ടും? ആദ്യം നമുക്ക് സെൻറ്റിമീറ്റേഴ്സ് മാത്രം നോക്കാം. 14 സെൻറ്റിമീറ്റേഴ്സ് മൈനസ് 8 സെൻറ്റിമീറ്റേഴ്സ് എത്ര കിട്ടും? നമുക്ക് 6 സെൻറ്റിമീറ്റേഴ്സ് എന്ന് കിട്ടും. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇവിടെ സെൻറ്റിമീറ്റർ കിട്ടിയല്ലോ. ഇനി അടുത്തതായിട്ട് നമുക്ക് മില്ലിമീറ്റേഴ്സിനെ മാത്രം ഒന്ന് കുറയ്ക്കാം. ഇവിടെ 10 മില്ലിമീറ്ററും 4 മില്ലിമീറ്ററുമാണുള്ളത്. അതുകൊണ്ട് 10ൽ നിന്ന് 4 കുറച്ചാൽ നമുക്ക് 6 എന്ന് കിട്ടും. അതുകൊണ്ട് 6 മില്ലിമീറ്റേഴ്സ് ആണ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ ബോയിൻ്റെ സ്കെയിലിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്ററും 6 മില്ലിമീറ്ററുമാണ്. ബോയിൻ്റെതും ഗേളിൻ്റെതും ഒന്ന് കൂട്ടി നോക്കിക്കേ, നമുക്ക് 15 സെൻറ്റിമീറ്റർ തന്നെയാണ് കിട്ടുക. ഓക്കെ, നമ്മൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇവിടെ കണ്ടില്ലേ, 14 സെൻറ്റിമീറ്ററും 10 മില്ലിമീറ്ററിനും 8 സെൻറ്റിമീറ്ററും 4 മില്ലിമീറ്ററും കുറച്ചു. അപ്പോൾ 6 സെൻറ്റിമീറ്റേഴ്സും 6 മില്ലിമീറ്റേഴ്സുമാണ് കിട്ടിയിട്ടുള്ളത്. ഇനി വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത് 15 സെൻറ്റിമീറ്റർ മൈനസ് 8 സെൻറ്റിമീറ്ററും 4 മില്ലിമീറ്റേഴ്സുമാണല്ലോ. നമുക്കറിയാം 15 സെൻറ്റിമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എത്ര മില്ലിമീറ്റേഴ്സ് ആണ്? ഒരു 0 അവിടെ കൂട്ടി ചേർത്താൽ മതി. 150 മില്ലിമീറ്റേഴ്സ് എന്ന് കിട്ടി. ഇനി 8 സെൻറ്റിമീറ്ററും 4 മില്ലിമീറ്റേഴ്സും എത്ര മില്ലിമീറ്റേഴ്സ് എന്നാണെന്ന് അറിയാൻ അത് രണ്ടും കൂടി ഒരുമിച്ച് എഴുതിയാൽ മതി. 84 മില്ലിമീറ്റേഴ്സ് എന്ന് കിട്ടി. ഇനി 150ന്ന് 84 കുറച്ചാൽ 66 മില്ലിമീറ്റേഴ്സ് എന്ന് കിട്ടി. 66നെ മില്ലിമീറ്റേഴ്സിനെ സെൻറ്റിമീറ്റേഴ്സിലേക്ക് കാണാൻ വേണ്ടിയിട്ട് 66 ഡിവൈഡഡ് ബൈ 10 ചെയ്ത് നോക്കുക. നമുക്ക് കോഷ്യൻ്റ് ആയിട്ട് 6 എന്നും റിമൈൻഡർ ആയിട്ട് 6 എന്നും കിട്ടും. സോ 6 സെൻറ്റിമീറ്ററും 6 മില്ലിമീറ്റേഴ്സുമാണ് ആൻസർ വരിക. സോ ഇതാണല്ലേ ഒന്നും കൂടി സിമ്പിളായിട്ടുള്ളത്. നിങ്ങൾക്ക് ഏതാണോ ഈസി ആ ഒരു മെത്തേഡിൽ നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. ഇനി നെക്സ്റ്റ് പേജ് നോക്കിക്കേ. ഇവിടെ മിസ്സ് പറയാണ്, കൺഗ്രാറ്റുലേഷൻസ് ചിന്നു, നിനക്ക് കൺഗ്രാറ്റുലേഷൻ. എന്തിനാണ്? ഫസ്റ്റ് പ്ലേസ് ഇൻ ലോങ് ജമ്പ്, ഗുഡ് ജോബ്. അവൾക്ക് ലോങ് ജമ്പിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടി. ചിന്നു മിസ്സിനോട് തിരിച്ചു പറയാണ്, താങ്ക് യു ടീച്ചർ. വാട്ട് ഡിസ്റ്റൻസ് ഡിഡ് ഐ ജമ്പ്? എത്ര ദൂരമാണ് ഞാൻ ചാടിയത്? നിങ്ങൾക്കൊരു ബോക്സ് തന്നിട്ടുണ്ട്. എന്താണ്? ചിന്നു ചാടി ജമ്പ് ചെയ്ത ദൂരങ്ങളാണ് അവിടെ തന്നിട്ടുള്ളത്. ഒന്നാമതായിട്ട് 1 മീറ്ററും 96 സെൻറ്റിമീറ്ററുമാണ്. രണ്ടാമത്തേത് 2 മീറ്ററും 17 സെൻറ്റിമീറ്ററും ആണ്. മൂന്നാമത്തേത് 2 മീറ്ററും 46 സെൻറ്റിമീറ്ററും ആണ്. ഓക്കെ,
നിങ്ങളെടുത്ത് ഇവിടെ ഫസ്റ്റ് തന്നെ ചോദിച്ചത് വാട്ട് ഈസ് ദി മാക്സിമം ഡിസ്റ്റൻസ് ചിന്നു ജംപ്ഡ്, അതായത് ഏറ്റവും മാക്സിമം എന്ന് പറയാൻ കൂടുതൽ ദൂരം എത്രയാണ് ചിന്നു ചാടിയതെന്നാണ്. ഇവിടെ നോക്കിക്കേ, ബോക്സിൽ ഏറ്റവും കൂടുതൽ ദൂരം ഏതാണ്? രണ്ടാമത്തതും മൂന്നാമത്തതും 2 മീറ്റർ ആണ് വരുന്നത്. ഒന്നാമത്തത് 1 മീറ്റർ ആണ്, അപ്പോൾ അത് ചെറുതാണ്. ഇനി 2ലും 3ലും ഏതാണ് വലുത്? രണ്ടാമത്തത് 2 മീറ്ററും 17 സെൻറ്റിമീറ്ററുമാണ്. മൂന്നാമത്തത് 2 മീറ്ററും 46 സെൻറ്റിമീറ്ററും വരുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് അതാണ്. അതിവിടെ ബോക്സിലേക്ക് എടുത്ത് എഴുതി കൊടുക്കുക. ഏറ്റവും മാക്സിമം ഡിസ്റ്റൻസ് വരുന്നത് 2 മീറ്റർ 46 സെൻറ്റിമീറ്റർ ആണ്. ഇവിടെ ബ്ലൂ ബോക്സിൽ തന്നിട്ടുള്ളത് നോക്കിക്കേ, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എന്തിന് തുല്യമാണ്? 100 സെൻറ്റിമീറ്റേഴ്സിന് തുല്യമാണ്. ഓക്കെ, 1 മീറ്റർ എന്തിനാണ്? 100 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 1 മീറ്റർ ആണ്. ഓക്കെ, അത് മനസ്സിലാക്കി വെക്കുക. ഇനി ഇവിടെ നിങ്ങളെടുത്ത് ചോദിച്ചിട്ടുണ്ട് ഹൗ മച്ച് മോർ ഈസ് ദി തേർഡ് ജമ്പ് ദാൻ ദി ഫസ്റ്റ് ജമ്പ്. മൂന്നാമത്തെ ജമ്പ് ഒന്നാമത്തെ ജമ്പിനെക്കാട്ടിലും എത്ര കൂടുതലുണ്ട്? എത്ര കൂടുതലുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് മൂന്നാമത്തെ ദൂരവും ഒന്നാമത്തെ ദൂരം കുറച്ചാൽ മതി. അതായത് 2 മീറ്റർ 46 സെൻറ്റിമീറ്ററിൽ നിന്ന് 1 മീറ്ററും 96 സെൻറ്റിമീറ്ററും കുറയ്ക്കുക. 2 മീറ്ററിൽ നിന്ന് 1 മീറ്റർ കുറയ്ക്കാൻ പറ്റും, പക്ഷേ 46ൽ നിന്ന് 96 കുറയ്ക്കാൻ കഴിയില്ലല്ലേ. അപ്പോൾ നമുക്കിതിനെ സെൻറ്റിമീറ്ററിലോട്ട് മാറ്റാം. സെൻറ്റിമീറ്ററിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ചേർത്ത് എഴുതിയാൽ മതി. അതായത് 246 സെൻറ്റിമീറ്റർ എന്നും 196 സെൻറ്റിമീറ്റർ എന്നും കിട്ടും. നമുക്ക് കുറച്ച് നോക്കാം. 6ൽ നിന്ന് 6 കുറയ്ക്കുമ്പോൾ എത്രയാണ്? 0 എന്ന് കിട്ടും. 4ൽ നിന്ന് 9 കുറയ്ക്കാൻ കഴിയില്ല, സോ 1 അപ്പുറത്ത് നിന്ന് എടുക്കും. 14ൽ നിന്ന് 9 കുറച്ചാൽ 5 എന്നും കിട്ടും. സോ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള ഉത്തരം എത്രയാണ്? 50 സെൻറ്റിമീറ്റേഴ്സ് എന്നാണ്. സോ ചിന്നുവിൻ്റെ മൂന്നാമത്തെ ജമ്പിൽ നിന്നും ഒന്നാമത്തെ ജമ്പിലേക്കുള്ള മാറ്റം പറയുന്നത് 50 സെൻറ്റിമീറ്റേഴ്സ് ആണ്. സോ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ അവിടെ 50 സെൻറ്റിമീറ്റേഴ്സ് എഴുതി കൊടുക്കുക. അടുത്ത ചോദ്യം, ഹൗ മച്ച് മോർ ഈസ് തേർഡ് ജമ്പ് ദാൻ ദി സെക്കൻഡ് ജമ്പ്. ഇപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ കണ്ടുപിടിച്ചത് മൂന്നാമത്തെ ജമ്പും ഒന്നാമത്തെ ജമ്പും തമ്മിലുള്ള വ്യത്യാസമായിരുന്നു. ഇപ്പോൾ ഇവിടെ ചോദിച്ചത് മൂന്നാമത്തതും രണ്ടാമത്തെ ജമ്പും തമ്മിലുള്ള വ്യത്യാസമാണ്. സോ നമുക്കിവിടെ കുറച്ച് നോക്കാം. 2 മീറ്റർ 46 സെൻറ്റിമീറ്ററിൽ നിന്ന് 2 മീറ്റർ 17 സെൻറ്റിമീറ്റർ കുറയ്ക്കാം. 6ൽ നിന്ന് 7 കുറയ്ക്കാൻ പറ്റില്ല, സോ അപ്പുറത്ത് നിന്ന് എടുക്കാം. 16ൽ നിന്ന് കുറയ്ക്കാം, അവിടെ 3 ആവും. സോ 16ൽ നിന്ന് 7 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 9 എന്ന് കിട്ടും. 3ൽ നിന്ന് 1 2 എന്നും കിട്ടും. സോ 2 മീറ്ററിൽ നിന്ന് 2 മീറ്റർ കുറച്ചാൽ 0 ആണ്. സോ നമ്മുടെ ഉത്തരം വരുന്നത് 29 സെൻറ്റിമീറ്റർ ആണ്, 29 സെൻറ്റിമീറ്റർ. സോ നിങ്ങൾ അവിടെ ഉത്തരം 29 സെൻറ്റിമീറ്റേഴ്സിന് എഴുതി കൊടുക്കുക. സോ ഈ ഒരു പ്രോബ്ലം ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി നെക്സ്റ്റ് പേജ് എടുക്കുക. റേസ് മൈ ബ്രദർ ഹാസ് കംപ്ലീറ്റഡ് 3 ലാപ്സ്. ചിന്നു പറയാണ് എൻ്റെ ബ്രദർ എന്താണ് 3 ലാപ്സ് കംപ്ലീറ്റ് ചെയ്തു. 3 ലാപ്സ് എന്ന് പറഞ്ഞാൽ 3 റൗണ്ടാണ്. ഇവിടെ ഓട്ട മത്സരമാണ് വെക്കുന്നത്, റേസാണ്. സോ അവളുടെ അനിയൻ എന്താണ് 3 റൗണ്ട് ഓടിയിട്ടുണ്ട്. ടീച്ചർ ഹാസ് സെഡ് ദാറ്റ് 1 ലാപ്പ് ഈസ് 400 മീറ്റേഴ്സ്. ഒരു റൗണ്ട് എന്ന് പറയുന്നത് ഒരു ലാപ്പ് എത്രയാണ്? 400 മീറ്റർ ആണ്, 400 മീറ്റേഴ്സ് ആണ്. നമ്മുടെ ചിന്നുടെ ബ്രദർ എത്ര ഓടിയിട്ടുണ്ട്? എത്ര റൗണ്ട് ഓടിയിട്ടുണ്ട്? 3 റൗണ്ട് ഓടിയിട്ടുണ്ട്. സോ 3 പ്രാവശ്യം 400 മീറ്റേഴ്സ് ഉണ്ടല്ലോ. സോ അവളുടെ അനിയന് ടോട്ടലായിട്ട് ഓടിയ ദൂരം എന്ന് പറയുന്നത് എത്രയാണ്? 3 × 400 400 × 3 എത്ര കിട്ടും? 1200 എന്ന് കിട്ടും. സോ അവന് ടോട്ടലായിട്ട് ഓടിയ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1200 മീറ്റേഴ്സ് ആണ്. 400 × 3 ഒക്കെ ചെയ്യാൻ നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ ആയിട്ടുള്ള മൈറ്റി മൾട്ടിപ്ലിക്കേഷൻ എടുത്തപ്പോഴൊക്കെ പറഞ്ഞതാണല്ലേ. 400 × 3 സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാം?
ആദ്യം നിങ്ങൾ 4 × 3 ചെയ്യുക. എത്ര കിട്ടും? 4 × 3 12 എന്ന് കിട്ടും. എന്നിട്ട് നമ്മുടെ ചോദ്യത്തിൽ എത്ര സീറോസ് ഉണ്ട്? 2 സീറോസ് ആണുള്ളത്. 400ൻ്റെ 2 സീറോസ് ആണുള്ളത്. സോ 12ന് ശേഷം 2 സീറോസ് ഇട്ട് കൊടുക്കുക. സോ നമ്മുടെ ഉത്തരം എന്തായി? 1200 എന്നായി. ഇനി ഇവിടെ താഴെ ചോദിച്ചത് നോക്കിക്കേ. ഹൗ മച്ച് മോർ ഷുഡ് ചിന്നൂസ് ബ്രദർ ഹാസ് ടു റൺ ടു കംപ്ലീറ്റ് 3000 മീറ്റേഴ്സ്? 3000 മീറ്റേഴ്സ് ആവാൻ വേണ്ടിയിട്ട് ഇനി ചിന്നുവിൻ്റെ ബ്രദർ എത്ര കൂടി ഓടണം എന്ന്. ഇവന് ഇപ്പോൾ ഓൾറെഡി ഓടിയത് എത്രയാണ്? 1200 മീറ്റേഴ്സ് ആണ്. ഇനി ഇത് 3000 ആവാൻ വേണ്ടിയിട്ട് എത്ര വേണം എന്നാണ് ചോദിച്ചത്. അത് നമുക്ക് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 3000ൽ നിന്നും 1200 കുറയ്ക്കുക. അപ്പോൾ ബാലൻസ് കിട്ടില്ലേ? അത്രയും ദൂരം കൂടി അവൻ എന്ത് ഓടണം? 3000 മീറ്റേഴ്സ് ആവാൻ വേണ്ടിയിട്ട് ഓടണം. സോ നമുക്ക് ചെയ്ത് നോക്കാം. 3000 മൈനസ് 1200. 0 0 പോയാൽ 0, 0 0 പോയാൽ 0, 0 2 പോവില്ല. സോ നമ്മൾ ഇപ്പോഴത്തെ സൈഡിൽ നിന്ന് എടുക്കും. അത് 10 ആവും. 10 2 പോയാൽ 8 ആയി. 2ൽ നിന്ന് 1 പോയാൽ 1 ആയി. ആൻസർ 1800 എന്ന് കിട്ടും. സോ നിങ്ങൾ അവിടെ ബോക്സിൽ എത്രയാണ് നമുക്ക് ഇനി 3000 ആവാൻ വേണ്ടിയത്? 1800 എന്ന് എഴുതി കൊടുക്കുക. ഇനി ചോദിക്കുകയാണ് ഹൗ മെനി കിലോമീറ്റേഴ്സ് ഈസ് 3000 മീറ്റേഴ്സ്? 3000 മീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എത്ര കിലോമീറ്റർ ആണെന്ന് ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മീറ്റേഴ്സ് ആണ്. അപ്പോൾ 1000 മീറ്റേഴ്സ് ആണെങ്കിൽ 1 കിലോമീറ്റർ ആണ്. ഇവിടെ 3000 ഉണ്ട്. 1000 ആയിരുന്നെങ്കിൽ 1 കിലോമീറ്റർ ആണെന്ന് നമുക്കറിയാം. സോ 3000 ഉണ്ട് അല്ലേ? 3000ൽ എത്ര 1000 ഉണ്ട്? 3 ആയിരങ്ങളാണുള്ളത്. സോ 3 കിലോമീറ്റേഴ്സ് ആണ്. 3000 മീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ 3 കിലോമീറ്റേഴ്സ് ആണ്. ഓക്കെ, നിങ്ങൾ ഈ 3 കാര്യങ്ങൾ പഠിച്ചിരിക്കണം. അതായത് 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 10 മില്ലിമീറ്റർ ആണ്. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ ആണ്. 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മീറ്റേഴ്സ് ആണ്. ഓക്കെ, ഇനി ഇവിടെ താഴെ തന്നിട്ടുള്ള ബോക്സ് നോക്കുക. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാ? 100 സെൻറ്റിമീറ്റേഴ്സ് അല്ലേ? നമ്മൾ പറഞ്ഞ കാര്യമാണ്. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഹാഫ് മീറ്ററോ? ഹാഫ് മീറ്റർ എന്ന് പറഞ്ഞാൽ 100ൻ്റെ ഹാഫ് എത്രയാ? 1 മീറ്റർ 100 ആണെന്നറിയാം. അങ്ങനെയാണെങ്കിൽ ഹാഫ് എത്രയാണ്? 100ൻ്റെ പകുതി എത്രയാ? 50 സെൻറ്റിമീറ്റേഴ്സ്. സോ ഹാഫ് മീറ്റർ എന്ന് പറഞ്ഞാൽ 50 സെൻറ്റിമീറ്റേഴ്സ്. ഇനി ക്വാർട്ടർ മീറ്റർ എന്ന് പറഞ്ഞാലോ? 25 സെൻറ്റിമീറ്റേഴ്സ്. ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ 100ൻ്റെ 4 ഭാഗം. 100 ഡിവൈഡഡ് ബൈ 4 എത്രയാണ്? 25 അല്ലേ? ഇനി 3/4 മീറ്റർ എത്രയാണെന്ന് ചോദിച്ചാൽ 3/4 എന്ന് പറയുമ്പോൾ 3 ക്വാർട്ടേഴ്സ്, അതായത് എത്ര വരും? 75 എന്ന് വരും. 25 + 25 + 25 എത്രയാ? 75 സെൻറ്റിമീറ്റേഴ്സ് ആണ്. 1 മീറ്റർ 100 സെൻറ്റിമീറ്റേഴ്സ് ആണെന്ന് പഠിച്ചു വെച്ചാൽ മതി. ബാക്കിയൊക്കെ നമുക്ക് അതിൽ നിന്ന് കണ്ടെത്താം. ഇനി 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മീറ്റേഴ്സ് ആണ്. അതും നമ്മൾ പറഞ്ഞ കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഹാഫ് കിലോമീറ്റർ എന്ന് പറയുന്നത് 1000ൻ്റെ പകുതി വരും. 1000ൻ്റെ പകുതി 500 മീറ്റേഴ്സ് ആണ്. ക്വാർട്ടർ എന്ന് വരുമ്പം 1000ൻ്റെ 4 ഭാഗം, അത് 250 എന്ന് വരും. 3/4 എന്ന് പറയുമ്പം 750 എന്നും. താഴത്തെ ടേബിളിൽ നമ്മളെടുത്ത് കംപ്ലീറ്റ് ആക്കാനാണ് പറഞ്ഞത്. 1.5 മീറ്റേഴ്സ് ഈസ് ഡാഷ് സെൻറ്റിമീറ്റർ എന്നാണ് ചോദിച്ചത്. 1.5 മീറ്റർ എത്ര സെൻറ്റിമീറ്റർ ആണ്? നമുക്ക് ചെയ്ത് നോക്കാം. 1.5 മീറ്റർ എത്ര സെൻറ്റിമീറ്റർ ആണെന്നാണ് ചോദിച്ചത്. ഇവിടെ നിങ്ങൾക്ക് 1 എന്ന് പറഞ്ഞാൽ 1 മീറ്റർ എത്ര സെൻറ്റിമീറ്റർ ആണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം, കാണാതെ പഠിച്ചിരിക്കണം. സോ നമുക്കറിയാം 1 മീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റേഴ്സ് ആണ്. ഇനി 1 മീറ്ററിൻ്റെ ഉത്തരം കിട്ടി. ഇവിടെ 1 മീറ്റർ മാത്രമല്ല ഉള്ളത്, 1ഉം ഉണ്ട്, ഒരു ഹാഫും കൂടിയുണ്ട്, ഒരു പകുതിയും കൂടിയുണ്ട്, ഒരു പകുതി മീറ്റർ കൂടിയുണ്ട്. അപ്പോൾ നമുക്കറിയാം ഹാഫ് മീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 1ൻ്റെ ഹാഫ് ആണല്ലോ. 100ൻ്റെ ഹാഫ് എത്രയാണ്? 100നെ നമ്മൾ ഹാഫ് ആക്കുക. 50
സെൻറ്റിമീറ്റർ എന്ന് വരും. സോ നമുക്ക് കിട്ടിയില്ലേ, ഹാഫ് മീറ്റർ എന്ന് പറഞ്ഞാൽ 50 സെൻറ്റിമീറ്റർ ആണ്. ഇനി ടോട്ടൽ കാണാൻ വേണ്ടിയിട്ട് 100ഉം 50ഉം കൂടി കൂട്ടുക, 150 സെൻറ്റിമീറ്റേഴ്സ് എന്ന് കിട്ടും. സോ 1.5 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെൻറ്റിമീറ്റർ ആണ്? 150 സെൻറ്റിമീറ്റേഴ്സ് ആണ്. ഓക്കെ, അടുത്തത് ചോദിക്കുകയാണ് 6.5 മീറ്റേഴ്സ് എത്ര സെൻറ്റിമീറ്റർ ആണെന്ന്. നമുക്ക് ചെയ്ത് നോക്കാം. 6.5 മീറ്റേഴ്സ് എത്ര സെൻറ്റിമീറ്റർ ആണെന്ന് ചോദിച്ചത്. ആദ്യം നമുക്ക് 6 മീറ്റർ എത്ര സെൻറ്റിമീറ്റർ ആണെന്ന് നോക്കാം. നമുക്കറിയാം 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 6 മീറ്റർ എന്ന് പറയുന്നത് 6 × 100 ചെയ്യുക. എത്ര കിട്ടും? 600 സെൻറ്റിമീറ്റേഴ്സ് എന്ന് കിട്ടും. ഇപ്പോൾ നമുക്ക് 6 മീറ്റർ 600 സെൻറ്റിമീറ്റർ ആണെന്ന് കിട്ടി. ഇനി നമുക്ക് ഹാഫ് മീറ്റേഴ്സ് എത്രയാണെന്ന് നോക്കാം. ഹാഫ് മീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 ആണ്. 100ൻ്റെ പകുതി എത്രയാണ്? 100/2 പകുതി കാണാൻ 50 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഹാഫ് മീറ്റർ എന്ന് പറഞ്ഞാൽ 50 സെൻറ്റിമീറ്റർ ആണ്. ഇനി ഇത് രണ്ടും കൂടി കൂട്ടുക. 600 + 50 സെൻറ്റിമീറ്റർ എത്ര കിട്ടും? 650 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. സോ 6.5 മീറ്റർ എന്ന് പറഞ്ഞാൽ 650 സെൻറ്റിമീറ്റേഴ്സ് ആണ്. സോ നിങ്ങൾ അവിടെ എഴുതി കൊടുക്കുക 650 എന്ന്. ഇനി മൂന്നാമത് ചോദിക്കുകയാണ് 5 3/4 മീറ്റർ ഈസ് ഡാഷ് സെൻറ്റിമീറ്റർ. ആദ്യം നമുക്ക് 5 മീറ്റേഴ്സ് എത്ര സെൻറ്റിമീറ്റർ ആണെന്ന് കാണാം. സിമ്പിൾ അല്ലേ? എന്ത് ചെയ്താൽ മതി? 1 മീറ്റർ നമുക്ക് 100 സെൻറ്റിമീറ്റർ ആണെന്നറിയാം. സോ 5 മീറ്റർ കാണാൻ 5 × 100 ചെയ്താൽ മതി. നമുക്ക് എത്ര കിട്ടും? 5 × 100 500 എന്ന് കിട്ടും. സോ 5 മീറ്റർ എന്ന് പറയുന്നത് 500 സെൻറ്റിമീറ്റർ ആണെന്ന് കിട്ടി. ഇനി നമുക്ക് 3/4 എത്രയാണെന്ന് കിട്ടണം. 3/4 എന്ന് പറഞ്ഞാൽ 3/4 ആണ്. ഓക്കെ, 3/4 × 100 ചെയ്യുക. 3/4 കിട്ടാൻ വേണ്ടിയിട്ട് 3/4 × 100 ചെയ്ത് നോക്കുക. സോ നമുക്ക് എത്ര കിട്ടും? 3/4 × 100 ചെയ്യുമ്പോൾ നമുക്ക് 75 എന്ന് കിട്ടും. ഇതെങ്ങനെയാണ് കിട്ടുക? ആദ്യം നമ്മൾ 3 × 100 ചെയ്യുക. 3 × 100 ചെയ്യുമ്പോൾ നമുക്ക് എത്ര? 3 × 1 മാത്രം ചെയ്യുക, 3 എന്ന് കിട്ടും. നമ്മുടെ ചോദ്യത്തിലുള്ള 2 zeros ഇട്ട് കൊടുക്കുക, 300 എന്ന് കിട്ടും. ഇതൊക്കെ നമ്മൾ മൾട്ടി മൾട്ടിപ്ലിക്കേഷനിൽ പഠിച്ചതാണ്. ഇനി 300 / 4 ചെയ്യുക. 30ൽ എത്ര 4 ഉണ്ട്? 30ൽ 7 4കളാണുള്ളത്. സോ അവിടെ എഴുതി കൊടുക്കുക. 7 4 28 ആണ്. 30ൽ നിന്ന് 28 കുറച്ചാൽ 2 എന്ന് കിട്ടും. 0 ഇറക്കിടുക. 20ൽ 5 4ആണുള്ളത്. 5 4 20 ആണ്. സോ നമുക്ക് ഇവിടെ ഉത്തരം 75 എന്ന് കിട്ടും. സോ 3/4 ഓഫ് 100 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 75 സെൻറ്റിമീറ്റേഴ്സ് ആണ്. ഇപ്പോൾ നമുക്ക് 5 മീറ്റർ 500 ആണെന്നും 3/4 75 ആണെന്നും കിട്ടി. ഇത് രണ്ടും കൂടി കൂട്ടുക. 500 + 75 എത്ര കിട്ടും? 575 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. സോ ഇത് നിങ്ങൾ അവിടെ ടെക്സ്റ്റ് ബുക്കിൽ എഴുതി കൊടുക്കുക. ഇനി 2.25 മീറ്റേഴ്സ് ഡാഷ് സെൻറ്റിമീറ്റർ എത്ര സെൻറ്റിമീറ്റർ ആണെന്നാണ് ചോദിച്ചത്. 2 ഉണ്ട്, പിന്നെ ഒരു ക്വാർട്ടറും ഉണ്ട്. 2.25 എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് 2 എത്രയാണെന്ന് നോക്കാം. 2 മീറ്റർ എന്ന് പറഞ്ഞാൽ 2 × 100 ചെയ്താൽ മതി സെൻറ്റിമീറ്റർ കിട്ടാൻ. സോ നമുക്ക് 200 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഇനി ക്വാർട്ടർ എന്ന് ചോദിച്ചിട്ടുണ്ട്. 100ൻ്റെ ക്വാർട്ടർ കാണാൻ 100/4 ചെയ്താൽ മതി. 100 / 4 10ൽ 2 4ആണുള്ളത്. 2 4 8, ബാലൻസ് 20 എന്ന് കിട്ടും. 20ൽ 5 4ആണുള്ളത്. 5 4 20 ആണ്. സോ നമുക്ക് ഉത്തരം 25 എന്ന് കിട്ടും. ക്വാർട്ടർ ഓഫ് 100 എന്ന് പറഞ്ഞാൽ 25 ആണ്. ഇവിടെ നമുക്ക് ക്വാർട്ടർ 25 ആണെന്ന് കിട്ടുക. 200 എന്ന് പറഞ്ഞാൽ 200 സെൻറ്റിമീറ്റർ കിട്ടും. 200 + 25 225 എന്ന് കിട്ടും. സോ 2 മീറ്ററും ക്വാർട്ടറും എന്ന് പറഞ്ഞാൽ 225 സെൻറ്റിമീറ്റർ ആണ്. അവിടെ എഴുതി കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ ഈ ടേബിൾ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇനി നെക്സ്റ്റ് പേജിൽ
ടു ദ സ്കൂൾ എന്ന് പറഞ്ഞാൽ സ്കൂളിലേക്ക്. ആഫ്റ്റർ ദി എക്സലൻറ്റ് ഫെസ്റ്റ് ചിന്നു റിട്ടേൺഡ് ഹോം വിത്ത് ഹെർ ഫാദർ. എക്സലൻറ്റ് ഫെസ്റ്റിന് ശേഷം ചിന്നു അവളുടെ അച്ഛൻ്റെ കൂടെ എവിടേക്ക് പോയി? വീട്ടിലേക്ക് പോയി. റിട്ടേൺ ടു ഹോം എന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് തിരിച്ചു പോയി. എന്നിട്ട് ചിന്നു എന്താ പറയുന്നത്? ഡാഡ്, ഹൗ ഫാർ ഈസ് ദ സ്കൂൾ ഫ്രം അവർ ഹോം? നമ്മുടെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് എത്ര ദൂരമുണ്ടെന്ന് ചോദിക്കുകയാണ്. സ്കൂൾ നമ്മുടെ വീട്ടിൽ നിന്ന് എത്ര ദൂരത്താണ്? എന്നപ്പോൾ അച്ഛൻ പറയാണ് 3.5 കിലോമീറ്റേഴ്സ്. എത്രയാണ്? 3.5 കിലോമീറ്റേഴ്സ് ദൂരത്താണ് അവരുടെ വീട്ടിൽ നിന്നും സ്കൂള്. വി ക്യാൻ ആൾസോ സേ 3 കിലോമീറ്റേഴ്സ് ആൻഡ് 50 മീറ്റേഴ്സ്. നമുക്കതിനെ എങ്ങനെ പറയാം? 3.5 കിലോമീറ്റേഴ്സിനെ നമുക്ക് 3 കിലോമീറ്റേഴ്സെന്നും 500 മീറ്റേഴ്സ് എന്നും പറഞ്ഞൂടെ? പറയാം അല്ലേ? 1/2 കിലോമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ 500 മീറ്റേഴ്സ് ആണ്. അതായത് 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മീറ്റേഴ്സ് ആണ്. സോ 1/2 കിലോമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ 1000ൻ്റെ പകുതി 500 അല്ലേ? അതുകൊണ്ടാണ് 500 മീറ്റേഴ്സ് എന്ന് പറഞ്ഞത്. മനസ്സിലായല്ലോ? ഇനി അടുത്തത് നിങ്ങളെടുത്ത് താഴെ പറയാണ്, റൈറ്റ് ദി ഡിസ്റ്റൻസ് ഫ്രം ചിന്നൂസ് ഹോം ടു ദി സ്കൂൾ ഇൻ മീറ്റേഴ്സ്. സ്കൂളിൽ ചിന്നുവിൻ്റെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്കുള്ള ദൂരം മീറ്റേഴ്സിൽ മാത്രമായിട്ട് എഴുതാനാണ് പറഞ്ഞത്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് 3 കിലോമീറ്ററും 500 മീറ്റേഴ്സെന്നുമാണല്ലോ. ഇതിനെ നമ്മൾ മീറ്റേഴ്സിൽ മാത്രം പറയണം. അതായത് 3 കിലോമീറ്റേഴ്സിനെയും കൂടി നമ്മൾ മീറ്റേഴ്സിലേക്ക് മാറ്റണം. 3 കിലോമീറ്റേഴ്സും 500 മീറ്റേഴ്സുമാണല്ലോ. നമുക്ക് ഇതിൽ 500 മീറ്റേഴ്സിലെ മാറ്റേണ്ടതില്ല. അത് മീറ്ററിൽ തന്നെയാണുള്ളത്. അതിനെ അതുപോലെ വെക്കുക. ഇനി 3 കിലോമീറ്റേഴ്സിനെ മാറ്റാൻ 1 കിലോമീറ്റർ 1000 മീറ്റേഴ്സ് ആണെന്ന കാര്യം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സോ 3 കിലോമീറ്റേഴ്സ് കിട്ടാൻ 3 × 1000 ചെയ്യുക. 3000 മീറ്റേഴ്സ് എന്ന് കിട്ടും. ഇനി 3000ഉം 500ഉം കൂടി കൂട്ടുക. 3000 + 500 എത്രയാണ്? 3500. മീറ്റേഴ്സിൽ മാത്രം എഴുതുമ്പോൾ നമുക്ക് സ്കൂളിൽ നിന്ന് വീട്ടിൽ നിന്ന് സ്കൂളിലേക്കുള്ള ദൂരം 3500 മീറ്റർ ആണ്. കാൽക്കുലേറ്റ് ചെയ്യാതെ ഒരു ഈസി വേയിലൂടെ നമുക്ക് എഴുതാൻ പറ്റും. കാരണം 3 കിലോമീറ്റേഴ്സും 500 മീറ്റേഴ്സുമാണല്ലോ തന്നിട്ടുള്ളത്. ഇതിനെ നമ്മൾ ഒരുമിച്ച് അങ്ങ് എഴുതുക. 3നെയും 500നെയും ഒരുമിച്ച് എഴുതുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3500 മീറ്റേഴ്സ് കിട്ടും. ഓക്കെ. നെക്സ്റ്റ്, സീ ദി ഡിസ്റ്റൻസ് ടു ദി സ്കൂൾ ഫ്രം ദി ഹോം ഓഫ് ചിന്നൂസ് ഫ്രണ്ട്സ്. ഇവിടെ താഴെ ചിന്നുവിൻ്റെ ഫ്രണ്ട്സുകളുടെ വീട്ടിൽ നിന്നും സ്കൂളിലേക്കുള്ള ദൂരം തന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ മിസ്സായത് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് നോക്കാം. ഇവിടെ നോക്കിക്കേ, ആദ്യത്തേത് മനുവിൻ്റെതാണ് തന്നിട്ടുള്ളത്. മനുവിൻ്റെ ഡിസ്റ്റൻസ് ഇൻ മീറ്റേഴ്സിലാണ് തന്നത്. 2500 മീറ്റേഴ്സ് ആണ് മനുവിൻ്റെ വീട്ടിൽ നിന്നും സ്കൂളിലേക്കുള്ള ദൂരം. 2500നെ കിലോമീറ്റേഴ്സിലും മീറ്റേഴ്സിലേക്കും മാറ്റി എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്ത് കിട്ടി? 2 കിലോമീറ്റേഴ്സ് എന്നും 500 മീറ്റേഴ്സ് എന്നും കിട്ടി. 2500ൽ എത്ര 1000 ഉണ്ട്? 2000 ആണുള്ളത്. അതുകൊണ്ടാണ് 2 കിലോമീറ്റേഴ്സ് എഴുതിയത്. 500 മീറ്റേഴ്സുമാണുള്ളത്. ഇനി അടുത്തത് താഴത്തെ രണ്ടാമത്തത് ആരതിയുടെ ഇതാണ് തന്നിട്ടുള്ളത്. ആരതിയുടെ ഡിസ്റ്റൻസ് ഇൻ മീറ്റേഴ്സ്, അതായത് അവളുടെ വീട്ടിൽ നിന്നും സ്കൂളിലേക്കുള്ള ദൂരം 5245 ആണ്. 5245 മീറ്റേഴ്സിലെയാണ്. ഇത് നമുക്ക് എന്തിലേക്ക് മാറ്റണം? കിലോമീറ്റേഴ്സിലേക്കും മീറ്റേഴ്സിലേക്കും മാറ്റി എഴുതണം. അത് സിമ്പിൾ അല്ലേ? നിങ്ങൾ പറഞ്ഞു നോക്കിക്കേ. എത്രയാണ് ഇവിടെ തന്നത്? 5245. ഇവിടെ എത്ര 1000 ഉണ്ട്? 5000 ആണുള്ളത്. അതുകൊണ്ട് തന്നെ 5 കിലോമീറ്റേഴ്സ് ആണുള്ളത് ഇവിടെ. 5000 ആയതുകൊണ്ട് 5 കിലോമീറ്റർ ആണ്. ബാലൻസ് എത്രയാണ്? 245. അത് മീറ്റേഴ്സുമാണ്. സോ ഇവിടെ ഡിസ്റ്റൻസ് ഇൻ കിലോമീറ്റേഴ്സ് ആൻഡ് മീറ്റേഴ്സ് എന്നുള്ള കോളത്തിൽ നിങ്ങൾ എഴുതി കൊടുക്കുക 5 കിലോമീറ്റർ 245 മീറ്റേഴ്സ്.
മൂന്നാമത്തത് ആളുടെ പേര് സിയ എന്നാണ്. അവളുടെ എന്ത് തന്നിട്ടില്ല? മീറ്റേഴ്സിലുള്ള ദൂരം തന്നിട്ടില്ല. ഡിസ്റ്റൻസ് ഇൻ മീറ്റേഴ്സ് അവിടെ തന്നിട്ടില്ല. എന്താണ് തന്നിട്ടുള്ളത്? ഡിസ്റ്റൻസ് ഇൻ കിലോമീറ്റേഴ്സ് ആൻഡ് മീറ്റേഴ്സ്. കിലോമീറ്ററിലും മീറ്ററിലുമായിട്ട് അവളുടെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്കുള്ള ദൂരം നമുക്ക് തന്നിട്ടുണ്ട്. ഇതിനെ മീറ്റേഴ്സിലേക്ക് നമ്മൾ മാറ്റി എഴുതണം. സിമ്പിൾ അല്ലേ? 3 കിലോമീറ്റേഴ്സ് 800 മീറ്റേഴ്സ് എന്നാണ് തന്നിട്ടുള്ളത്. കിലോമീറ്ററിലും മീറ്ററിലും തന്നിട്ട് മീറ്ററിലേക്ക് മാറ്റാൻ നമുക്കൊരു ഈസി വേ അറിയാം. എന്താണ്? കിലോമീറ്ററിനെയും മീറ്ററിനെയും ഒരുമിച്ച് അങ്ങ് എഴുതി കൊടുക്കുക. അതായത് 3 800 ഒരുമിച്ച് എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒരുമിച്ച് എഴുതുമ്പോൾ നമ്മൾ എന്താ വായിക്കുക? 3800 മീറ്റേഴ്സ് എന്ന് കിട്ടി. ഓക്കെ, അടുത്ത ആളാണ് ആൽബിൻ. ആൽബിൻ്റെതും മീറ്റേഴ്സിലുള്ള ദൂരം തന്നിട്ടില്ല. കിലോമീറ്റേഴ്സും മീറ്റേഴ്സുമാണ് ഇവിടെ തന്നിട്ടുള്ളത്. അടുത്ത ആളാണ് ആൽബിൻ. ആൽബിൻ്റെതും ഡിസ്റ്റൻസ് ഇൻ മീറ്റേഴ്സ് തന്നിട്ടില്ല. കിലോമീറ്റേഴ്സ് ആണ് തന്നിട്ടുള്ളത്. ഇവിടെ എന്താണ്? 4.5 കിലോമീറ്റേഴ്സ് ആണ് ആൽബിൻ്റെ വീട്ടിൽ നിന്നും സ്കൂളിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത്. 4.5 കിലോമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ, ഹാഫ് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ് കുട്ടികളെ? 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മീറ്റേഴ്സ് ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഹാഫ് കിലോമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ 500 മീറ്റേഴ്സ് അല്ലേ? 500 മീറ്റേഴ്സ് അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? 4 കിലോമീറ്റേഴ്സ് എന്നും 500 മീറ്റേഴ്സ് എന്നും കിട്ടി. ഇനി ഇതിനെ മീറ്ററിൽ മാത്രം എഴുതാൻ സിമ്പിൾ ആണല്ലോ, ഒന്നും കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ആ 4നെയും 500നെയും ഒരുമിച്ചങ്ങ് എഴുതിയിടുക. അതായത് നമുക്ക് അപ്പോൾ 4500 4500 എന്ന് കിട്ടും. സോ ആൽബിൻ്റെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് മീറ്റേഴ്സിൽ 4500 മീറ്റേഴ്സ് ആണ്. നെക്സ്റ്റ് പേജ് എടുത്തേ. ബൈസിക്കിൾ ജേണി. ബൈസിക്കിൾ യാത്ര. ജേണി എന്ന് പറഞ്ഞാൽ യാത്രയാണ്. മനു ഗോസ് ടു സ്കൂൾ ബൈ ബൈസിക്കിൾ. മനു എങ്ങനെയാണ് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്? സൈക്കിളിലാണ്, ബൈസിക്കിളിലാണ്. നിങ്ങളൊക്കെ എങ്ങനെയാണ് സ്കൂളിൽ പോവാറ്? ഇവിടെ മനു ബൈസിക്കിളിലാണ് എന്നും സ്കൂളിൽ പോകുന്നത്. ഹൗ മച്ച് ഡസ് ഹീ റൈഡ് ഈച്ച് ഡേ ടു സ്കൂൾ ആൻഡ് ബാക്ക്? അങ്ങനെയാണെങ്കിൽ ഓരോ ദിവസവും അവൻ എത്ര ദൂരമാണ് പോവുക? വീട്ടിൽ നിന്ന് സ്കൂളിലേക്കും സ്കൂളിൽ നിന്ന് വീട്ടിലേക്കും. ലുക്ക് അറ്റ് ദി ടേബിൾ ആൻഡ് കാൽക്കുലേറ്റ്. താഴെ തന്നിട്ടുള്ള ടേബിൾ നോക്കിയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ഇപ്പം നമുക്ക് എത്ര ദൂരം കാണണം? അവന് സൈക്കിളിൽ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകുന്ന ദൂരവും കാണണം, സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു വരുന്ന ദൂരവും കാണണം. ഇവിടെ മെത്തേഡ് 1 നോക്കിക്കേ. 2500 മീറ്റേഴ്സ് പ്ലസ് 2500 മീറ്റേഴ്സ്. നമുക്ക് തൊട്ട് മുൻപേ ഉള്ള ടേബിളിൽ തന്നിട്ടുണ്ട് മനുവിൻ്റെ വീട്ടിൽ നിന്നും സ്കൂളിലേക്കുള്ള ദൂരം തന്നിട്ടുണ്ട് 2500 മീറ്റേഴ്സ് ആണെന്ന്. സോ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് 2500 മീറ്റേഴ്സും പിന്നെ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പിന്നെയും 2500 മീറ്റേഴ്സ്. അങ്ങനെ 2 പ്രാവശ്യം 2500 മീറ്റേഴ്സ് വരും ഇല്ലേ? അതാണ് ഇവിടെ 2 പ്രാവശ്യം കൂട്ടിയത്. അതായത് 2500 പ്ലസ് 2500 മീറ്റേഴ്സ്. എത്ര കിട്ടി? 5000 മീറ്റേഴ്സ് എന്ന് കിട്ടി. ഇനി 5000 മീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5000ൽ എത്ര 1000 ഉണ്ട്? 5000s ആണുള്ളത്. അതുകൊണ്ട് 5000s ഉള്ളത് കൊണ്ട് എന്താണ് കിലോമീറ്റർ പറയുമ്പം 5000 മീറ്റേഴ്സ് എന്ന് പറയുന്നത് 5 കിലോമീറ്റേഴ്സ് ആണ്. ഓക്കെ, മെത്തേഡ് 1 മനസ്സിലായില്ലേ? ഇത് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത് മീറ്ററിൽ തന്ന ദൂരം വെച്ചിട്ടാണ്. ഇനി തൊട്ട് മുൻപേ ഉള്ള പേജിലുള്ള കിലോമീറ്റേഴ്സിൽ നമുക്ക് തന്നിട്ടുണ്ട് മനുവിൻ്റെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്കുള്ള ദൂരം 2.5 കിലോമീറ്റേഴ്സ് ആയിരുന്നു. സോ വീട്ടിൽ നിന്ന് സ്കൂളിലേക്കും സ്കൂളിൽ നിന്ന് വീട്ടിലേക്കും 2 പ്രാവശ്യം 2.5 കിലോമീറ്റേഴ്സ് വരും. അതായത് 2.5 കിലോമീറ്റേഴ്സ് പ്ലസ് 2.5 കിലോമീറ്റേഴ്സ് എന്ന് വരും. അത് എത്ര കിട്ടും? 2 കിലോമീറ്റേഴ്സ് പ്ലസ് 2 കിലോമീറ്റേഴ്സ്. ആദ്യം കിലോമീറ്റേഴ്സ് മാത്രം കൂട്ടുക, അപ്പോൾ നമുക്ക് 4 കിലോമീറ്റേഴ്സ് എന്ന് കിട്ടും. ഇനി 500 മീറ്റേഴ്സ് പ്ലസ് 500 മീറ്റേഴ്സ് എത്ര കിട്ടും? 1000 മീറ്റേഴ്സ് എന്ന് കിട്ടും. ഈ 1000 മീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്റേഴ്സ് അല്ലേ?
സോ നമുക്ക് 4 കിലോമീറ്റേഴ്സ് പ്ലസ് 1 കിലോമീറ്റേഴ്സ് എന്ന് കിട്ടും. എത്രയാണ്? 5 കിലോമീറ്റേഴ്സ് ആയി അല്ലേ? രണ്ടും സെയിം ആൻസർ തന്നെയാണ് കിട്ടുക. രണ്ട് മെത്തേഡിലൂടെ നമ്മൾ കണ്ടുപിടിച്ചെന്നേ ഉള്ളൂ. ആദ്യത്തെ മെത്തേഡിൽ മീറ്റേഴ്സിലുള്ള ദൂരം വെച്ച് കണ്ടുപിടിച്ചു, രണ്ടാമത്തെ മെത്തേഡിൽ കിലോമീറ്റേഴ്സിലുള്ള മെത്തേഡ് വെച്ചിട്ട് കണ്ടുപിടിച്ചു. നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ എന്തെങ്കിലും ഡൗട്ട്സ് വരികയാണെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. ബ്ലൂ ബോക്സിൽ എന്താ പറയുന്നത്? 2500 മീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ 2.5 കിലോമീറ്റേഴ്സ് ആണ് അല്ലേ? അതായത് 2500ൽ എത്ര തൗസൻഡ്സ് ഉണ്ട്? 2 അതായത് 2 കിലോമീറ്റർ ആണ്. പിന്നെ 500 മീറ്റർ എന്ന് പറഞ്ഞാൽ 1/2 കിലോമീറ്റർ ആണ്. ഓക്കെ, വി ഓഫൻ റൈറ്റ് m ഫോർ മീറ്റർ ആൻഡ് km ഫോർ കിലോമീറ്റേഴ്സ്. ഓക്കെ, മീറ്റേഴ്സ് എന്ന് പറയാൻ നമ്മൾ എന്നും പറയും, കിലോമീറ്റേഴ്സിനെ km എന്നുമാണ് നമ്മൾ യൂണിറ്റിൽ പറയാം. ഇനി അടുത്തത് നിങ്ങൾക്കുള്ളൊരു ചോദ്യമാണ്, ഹൗ മച്ച് ഡസ് സിയ ട്രാവൽ ഈച്ച് ഡേ ടു സ്കൂൾ ആൻഡ് ബാക്ക്? ലുക്ക് അറ്റ് ദി ടേബിൾ ആൻഡ് കാൽക്കുലേറ്റ്. സിയ ട്രാവൽ ചെയ്ത്, അതായത് വീട്ടിൽ നിന്ന് സ്കൂളിലേക്കും സ്കൂളിൽ നിന്ന് വീട്ടിലേക്കും സിയ എത്രയാണ് ട്രാവൽ ചെയ്തതെന്നാണ് നമ്മളെടുത്ത് ചോദിച്ചത്. ഇവിടെ നമ്മളെടുത്ത് ഡിസ്റ്റൻസ് കിലോമീറ്റേഴ്സിലും മീറ്റേഴ്സിലും എഴുതാനാണ് പറഞ്ഞത്. റൈറ്റ് ദ ഡിസ്റ്റൻസ് ഇൻ കിലോമീറ്റേഴ്സ് ആൻഡ് മീറ്റേഴ്സ്. ആദ്യം നമുക്ക് ടേബിളിൽ സിയയുടെ ഡിസ്റ്റൻസ് എത്രയാണ് വരുന്നതെന്ന് നോക്കാം. തൊട്ട് മുൻപത്തെ പേജ് എടുത്ത് നോക്കുക. അതിൽ ടേബിളിൽ സിയുടെ നേരെ കിലോമീറ്റേഴ്സിലും മീറ്റേഴ്സിലും എഴുതാനാണ് നമ്മളോട് പറഞ്ഞത്. സോ കിലോമീറ്റേഴ്സിലും മീറ്റേഴ്സിലും തന്നിട്ടുള്ള ദൂരം നോക്കുക. 3 കിലോമീറ്റേഴ്സും 800 മീറ്റേഴ്സുമാണ് വീട്ടിൽ നിന്ന് സ്കൂളിലേക്കുള്ള ദൂരം തന്നിട്ടുള്ളത്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് 3 കിലോമീറ്റേഴ്സ് 800 മീറ്റേഴ്സ് വരുന്നുണ്ട്. സ്കൂളിൽ നിന്ന് വീട്ടിലേക്കും 3 കിലോമീറ്റേഴ്സ് 800 മീറ്റേഴ്സ് വരുന്നുണ്ട്. സോ ടോട്ടൽ ഡിസ്റ്റൻസ് വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? സ്കൂളിൽ നിന്ന് വീട്ടിലേക്കുള്ള ദൂരവും വീട്ടിൽ നിന്ന് സ്കൂളിലേക്കുള്ള ദൂരവും കൂടി കൂട്ടിയാൽ മതി. അതായത് 3 കിലോമീറ്റേഴ്സ് 800 മീറ്റർ പ്ലസ് 3 കിലോമീറ്റർ 800 മീറ്റർ. ആദ്യം നമുക്ക് കിലോമീറ്റേഴ്സ് മാത്രം കൂട്ടാം. 3 കിലോമീറ്റേഴ്സ് പ്ലസ് 3 കിലോമീറ്റേഴ്സ് എത്രയാ? 6 കിലോമീറ്റേഴ്സ് എന്ന് കിട്ടും. 3 + 3 6 ആണല്ലോ. സോ 6 കിലോമീറ്റേഴ്സ് എന്ന് കിട്ടി. ഇനി നമുക്ക് നമ്മുടെ മീറ്റേഴ്സ് ഒന്ന് കൂട്ടാം. അതായത് 800 മീറ്റേഴ്സ് പ്ലസ് 800 മീറ്റേഴ്സ് എത്ര കിട്ടി? 1600 മീറ്റേഴ്സ് എന്ന് കിട്ടി. 1600 മീറ്റേഴ്സിൽ എന്തുണ്ട്? 1000 ഉണ്ടല്ലോ. 1000 ഉണ്ട്. 1000 എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്റർ ആണ്. സോ നമുക്ക് ആ 1000നെ 1 കിലോമീറ്റർ എന്ന് എഴുതാം. അപ്പോൾ എന്ത് ബാലൻസ് ഉണ്ട് അവിടെ? 600 മീറ്റർ ബാലൻസ് ഉണ്ട്. ഇനി ഈ 1 കിലോമീറ്ററിനെ കൂടി നമുക്ക് 6നോട് കൂട്ടാം. 6 കിലോമീറ്റർ പ്ലസ് 1 കിലോമീറ്റർ 7 കിലോമീറ്റർ എന്ന് കിട്ടി. പിന്നെ 600 മീറ്ററും ഉണ്ട്. സോ നമ്മുടെ ഉത്തരം വരുന്നത്, ടോട്ടൽ ഡിസ്റ്റൻസ് വരുന്നത് 7 കിലോമീറ്റർ 600 മീറ്റർ എന്നാണ്. സോ ഇത് നിങ്ങൾ അവിടെ എഴുതി കൊടുക്കുക. 7 കിലോമീറ്ററും 600 മീറ്ററും. നെക്സ്റ്റ് താഴെയുള്ള ബോക്സ് നോക്കിക്കേ. 3¼ കിലോമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 3 എന്ന് പറഞ്ഞാൽ 3 കിലോമീറ്റേഴ്സ്. ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1000/4 ആണ്. നിങ്ങൾ 1000 ഡിവൈഡഡ് ബൈ 4 ചെയ്ത് നോക്കിക്കേ, നിങ്ങൾക്ക് 250 ആണ് കിട്ടുക. സോ 3 കിലോമീറ്റേഴ്സും 250 മീറ്റേഴ്സ് എന്നും പറയും. ഇനി 4½ കിലോമീറ്റേഴ്സ് ആണെങ്കിലോ? 4 കിലോമീറ്റേഴ്സും ഹാഫ് എന്ന് പറഞ്ഞാൽ 1000ൻ്റെ ഹാഫ് എത്രയാണ്? 500 ആണ്. സോ 500 മീറ്റർ എന്നും പറയും. ഇനി 5¾ കിലോമീറ്റേഴ്സ് എന്നാണെങ്കിലോ? 5 എന്നുള്ളത് 5 കിലോമീറ്റർ എന്ന് എഴുതും. 3/4 എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. 3/4 എന്ന് പറയുമ്പോൾ 1000 × 3/4 എന്ന് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് 3000/4 എന്ന് കിട്ടും. ഉത്തരം 750 ആണ്. സോ 5¾ എന്ന് പറഞ്ഞാൽ 5 കിലോമീറ്ററും 750 മീറ്ററും ആണ് വരിക. നെക്സ്റ്റ് പേജ് എടുത്തേ. സ്റ്റഡി ടൂർ. ചിന്നു ആൻഡ് ഹെർ ഫ്രണ്ട്സ് വെൻറ്റ് ഓൺ എ സ്റ്റഡി ടൂർ ടു സൂ ഫ്രം ദി സ്കൂൾ.
ചിന്നുവും അവളുടെ ഫ്രണ്ട്സും വെൻറ്റ് ഓൺ എ സ്റ്റഡി ടൂർ ടു സൂ. എന്താണ്? ഒരു സ്റ്റഡി ടൂർ പോയി. എവിടേക്ക്? സൂയിലേക്ക്. ഫ്രം ദി സ്കൂളിൽ നിന്ന്. ഹൗ മച്ച് മോർ ഡു വി ഹാവ് ടു ഗോ? ചിന്നു ഡ്രൈവറോട് ചോദിക്കുകയാണ്, ഇനി എത്ര ദൂരം കൂടി നമുക്ക് പോവണം? ഡ്രൈവർ പറയാണ്, നൗ വി ഹാവ് ഡൺ 17 കിലോമീറ്റേഴ്സ് ആൻഡ് 260 മീറ്റേഴ്സ്. ഇപ്പോൾ നമ്മൾ എന്താണ് 17 കിലോമീറ്റേഴ്സും 260 മീറ്റേഴ്സുമാണ് പോയിട്ടുള്ളത്. ഇവിടെ താഴെ തത്ത പറയുന്നത് തന്നിട്ടുണ്ട്. ടോട്ടൽ ഡിസ്റ്റൻസ്, അതായത് സ്കൂളിൽ നിന്നും സൂയിലേക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 24.5 കിലോമീറ്റേഴ്സ് ആണ്. ഇപ്പോൾ അവർ പോയിട്ടുള്ള ദൂരം 17 കിലോമീറ്റേഴ്സും 260 മീറ്റേഴ്സുമാണ്. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഹൗ മച്ച് മോർ ചിന്നു ആൻഡ് ഫ്രണ്ട്സ് ഹാവ് ടു ട്രാവൽ ടു റീച്ച് ദ സൂ. ഇനി എത്ര ദൂരം ചിന്നുവിനും ഫ്രണ്ട്സിനും ദൂരം യാത്ര ചെയ്യണം സൂവിലെത്താൻ വേണ്ടിയിട്ട്. ഇത് കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ ഡിസ്റ്റൻസ്, അതായത് സ്കൂളിൽ നിന്ന് സൂയിലേക്കുള്ള ടോട്ടൽ ഡിസ്റ്റൻസിൽ നിന്ന് അവരിപ്പോൾ പോയിട്ടുള്ള ഡിസ്റ്റൻസ് കുറച്ചാൽ പോരെ. ബാക്കിയുള്ള ഡിസ്റ്റൻസ് ആണ് അവർക്ക് ഇനി പോവാനുള്ളത്. സോ നമുക്ക് 20.5 കിലോമീറ്റേഴ്സിൽ നിന്ന് 17 കിലോമീറ്റേഴ്സും 260 മീറ്റേഴ്സും കുറച്ച് നോക്കാം. ടോട്ടൽ ദൂരം, സ്കൂളിൽ നിന്ന് സൂയിലേക്കുള്ള ടോട്ടൽ ദൂരം 24.5 കിലോമീറ്റർ ആണ്. അവർ പോയിട്ടുള്ള ദൂരം 17 കിലോമീറ്ററും 260 മീറ്ററുമാണ്. ഈ 24.5 കിലോമീറ്ററിൽ നിന്ന് 17 കിലോമീറ്റേഴ്സും 260 മീറ്ററും കുറയ്ക്കാം. ഇവിടെ 1/2 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/2 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1/2,000 അല്ലേ? ഒരു കിലോമീറ്റർ 1000 ആണ്. 1/2 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1/2,000 ആണ്, അതായത് 500 മീറ്റർ ആണ്. സോ നമുക്ക് അതിനെ 24 കിലോമീറ്റർ ആൻഡ് 500 മീറ്റർ എന്ന് എഴുതാം. ഇനി 17 കിലോമീറ്ററും 260 മീറ്ററും ഇതൊന്ന് തമ്മിൽ കുറച്ച് നോക്കാം. ആദ്യം കിലോമീറ്റർ മാത്രം കുറയ്ക്കുക. കിലോമീറ്ററേ കുറയ്ക്കാൻ പറ്റുള്ളൂ. സോ 24 - 17 എത്രയാണ്? 4-ൽ നിന്ന് പോവില്ല. സോ ഒന്ന് അപ്പുറത്ത് നിന്ന് എടുക്കും. 14-ൽ നിന്ന് 7 പോയാൽ 7 എന്നാണ് ഉത്തരം വരിക. അവിടെ സൈഡിൽ 1 ആവും. 1-ൽ നിന്ന് 1 പോകുമ്പോൾ 0. സോ ആൻസർ 7 കിലോമീറ്റർ എന്ന് കിട്ടി. ഇനി നമുക്ക് മീറ്റർ കാണാം. 500 - 260 ചെയ്യാം. സോ 0-ന്ന് 0 പോയാൽ 0, 0-ന്ന് 6 പോവില്ല. 1 ലെഫ്റ്റിൽ നിന്ന് എടുക്കും. സോ 10 ആവും. അവിടെ 4ഉം ആവും. 10-ന്ന് 6 പോയാൽ 4 കിട്ടി. 4-ൽ നിന്ന് 2 പോകുമ്പോൾ 2 കിട്ടി. സോ 240 മീറ്റേഴ്സുമാണ്. സോ ഇനി അവർക്ക് പോവേണ്ട ദൂരം 7 കിലോമീറ്റർ ആൻഡ് 240 മീറ്റേഴ്സ് ആണ്. ഓക്കെ, മനസ്സിലായല്ലോ? ഐ കാൽക്കുലേറ്റർ എന്നുള്ള ബോക്സിൽ നിങ്ങൾ എഴുതി കൊടുക്കുക 24 കിലോമീറ്റർ 500 മീറ്റർ മൈനസ് 17 കിലോമീറ്റർ 260 മീറ്റർ ചെയ്യുക. നമുക്ക് ആൻസർ 7 കിലോമീറ്റർ 240 മീറ്റർ എന്ന് കിട്ടും. അടുത്ത ചോദ്യം, ദ സൂ ഈസ് ഓൺ ദ വേ ടു ദി പാർക്ക്. സൂയിലേക്ക് എന്താണ്? പാർക്കിലേക്കുള്ള വഴിയിലാണ് സൂ ഉള്ളത്. ദ ഡിസ്റ്റൻസ് ഫ്രം ദി സ്കൂൾ ടു ദി പാർക്ക് ഈസ് 30 കിലോമീറ്റേഴ്സ്. സ്കൂളിൽ നിന്ന് പാർക്കിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് 30 കിലോമീറ്റേഴ്സ് ആണ്. ഹൗ മച്ച് ഷുഡ് ദേ ട്രാവൽ ടു ദി പാർക്ക് ഫ്രം ദി സൂ? അങ്ങനെയാണെങ്കിൽ സൂയിൽ നിന്ന് പാർക്കിലേക്ക് അവർ എത്ര ദൂരം പോവണം? സോ ശ്രദ്ധിക്കുക, നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട് സ്കൂളിൽ നിന്ന് പാർക്കിലേക്കുള്ള ദൂരം 30 കിലോമീറ്റേഴ്സ് ആണ്. പിന്നെ സ്കൂളിൽ നിന്ന് സൂയിലേക്കുള്ള ദൂരം 24 കിലോമീറ്റേഴ്സും 500 മീറ്റേഴ്സുമാണ്. ഈ രണ്ട് കാര്യം നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് സൂയിൽ നിന്ന് പാർക്കിലേക്കുള്ള ദൂരമാണ്. ഓക്കെ, സൂയിൽ നിന്ന് പാർക്കിലേക്കുള്ള ദൂരം കാണാൻ വേണ്ടിയിട്ട് 30 കിലോമീറ്റേഴ്സിൽ നിന്ന് 24 കിലോമീറ്റേഴ്സും 500 മീറ്റേഴ്സും കുറച്ചാൽ പോരെ? ടോട്ടൽ നമുക്കറിയാം. ഇതിൽ നിന്ന് സൂയിലേക്കുള്ള ദൂരം കുറച്ചാൽ പാർക്കിലേക്കുള്ള ദൂരം കിട്ടും. സോ നമുക്ക് ഇവിടെ ചെയ്യേണ്ടത് 30 കിലോമീറ്റേഴ്സിൽ നിന്നും 24 കിലോമീറ്റേഴ്സും 500 മീറ്റേഴ്സും കുറയ്ക്കുകയാണ് വേണ്ടത്. ഇവിടെ 30 കിലോമീറ്റേഴ്സേ ഉള്ളൂ. മീറ്ററിനൊരു കൂട്ടില്ല. സോ നമുക്ക് മീറ്ററിനൊരു കൂട്ടുണ്ടാക്കാം. കുറയ്ക്കണമെങ്കിൽ മീറ്ററിന് ഒരാൾ വേണം. അതുകൊണ്ട് 30 കിലോമീറ്റേഴ്സിനെ നമുക്ക് എങ്ങനെ എഴുതാം?
ഒരു മീറ്റർ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്ക് 30 കിലോമീറ്റേഴ്സിനെ 29 കിലോമീറ്റേഴ്സും 1000 മീറ്റേഴ്സിനും എഴുതാം. ഇങ്ങനെ എഴുതിയ 1000 മീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്റർ അല്ലേ, അപ്പോൾ 30 കിലോമീറ്റർ തന്നെ. അത് നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് മീറ്റർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്കിങ്ങനെ എഴുതിയത്. ഇപ്പോൾ 500 മീറ്ററിനുമായി 1000 മീറ്ററിനുമായി നമുക്ക് കുറയ്ക്കാം. ഇവിടെ നമ്മൾ കുറയ്ക്കേണ്ടത് 29 കിലോമീറ്റേഴ്സ് 1000 മീറ്റേഴ്സിൽ നിന്ന് 24 കിലോമീറ്റേഴ്സ് 500 മീറ്റേഴ്സ് ആണല്ലോ. സോ ഒന്ന് കുറച്ച് നോക്കാം. നിങ്ങളിവിടെ താഴെ എഴുതുക 29 കിലോമീറ്റേഴ്സും 1000 മീറ്റേഴ്സും ആണ്. അതിൽ നിന്ന് 24 കിലോമീറ്റേഴ്സും 500 മീറ്റേഴ്സുമാണ് കുറയ്ക്കേണ്ടത്. ആദ്യം നമുക്ക് കിലോമീറ്റേഴ്സ് മാത്രം കുറച്ച് നോക്കാം. കിലോമീറ്റേഴ്സിൽ നിന്ന് മാത്രമേ കിലോമീറ്റേഴ്സ് കുറയ്ക്കാൻ പാടുള്ളൂ. 29 നിന്ന് 24 കുറയ്ക്കണം. 9 നിന്ന് 4 കുറച്ചാൽ എത്രയാണ്? 5 ആണല്ലേ. സോ നമുക്ക് 5 കിലോമീറ്റർ എന്ന് കിട്ടി. ഇനി നമുക്ക് എത്ര മീറ്റർ ആണെന്ന് കണ്ടെത്തണം. 1000 മീറ്ററിൽ നിന്നും 500 മീറ്റേഴ്സ് കുറയ്ക്കാം. 1000 മൈനസ് 500 എത്രയാണ്? 0 എന്ന് 0 പോയാൽ 0, 0 എന്ന് 0 പോയാൽ 0, 10ൽ നിന്ന് 5 പോയാൽ 5. സോ നമുക്ക് 500 എന്ന് കിട്ടും. 500 മീറ്റേഴ്സ്. സോ സൂയിൽ നിന്ന് പാർക്കിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് എത്രയാണ്? 5 കിലോമീറ്റേഴ്സും 500 മീറ്റേഴ്സുമാണ്. ഓക്കെ, നമുക്ക് ആൻസർ കിട്ടി. നമ്മുടെ അടുത്ത് ചോദിച്ചത് സൂയിൽ നിന്ന് പാർക്കിലേക്കുള്ള ദൂരമായിരുന്നു 5 കിലോമീറ്റേഴ്സും 500 മീറ്റേഴ്സുമാണ്. സോ ഇത് നിങ്ങൾ അവിടെ ബോക്സിൽ എഴുതി കൊടുക്കുക ആൻസർ. സോ ആൻസർ അവിടെ ബോക്സിൽ എഴുതി കൊടുക്കുക. അടുത്തത് നെക്സ്റ്റ് പേജ് എടുക്കുക. കെ ഫണ്ട് കണക്ഷൻ എന്താണ്? ചീലിക്കോട് പഞ്ചായത്തിലെ 3 സ്കൂളിന് കെ ഫണ്ട് കണക്ഷൻ കൊടുക്കുന്നുണ്ട്. വേണ്ടിയിട്ട് 20 കിലോമീറ്റർ കേബിളാണ് കൊടുക്കുന്നത്. സ്കൂളിലും കൂടി കൂട്ടിയിട്ടാണ് 20 കിലോമീറ്റർ കേബിൾ കൊടുക്കുന്നത്. ഇവിടെ 12 കിലോമീറ്ററും 673 മീറ്ററും കേബിള് പൊന്നുമല സ്കൂളിനും മിന്നിയാട് സ്കൂളിനും കൊടുത്തിട്ടുണ്ട്. വാട്ട് ഈസ് ദ റിമൈനിങ് ഡിസ്റ്റൻസ് ടു ഗിവ് കണക്ഷൻ ടു ദി തേർഡ് സ്കൂൾ? അങ്ങനെയാണെങ്കിൽ തേർഡ് സ്കൂളിനും കൂടി കൂട്ടാൻ വേണ്ടിയിട്ട് എത്രയാണ് ബാലൻസ് വരുന്നതെന്നാണ് ചോദിച്ചത്. ടോട്ടൽ 20 കിലോമീറ്റേഴ്സ് അല്ലേ. 2 സ്കൂളിന് എന്ത് കൊടുത്തിട്ടുണ്ട്? 2 സ്കൂളിനും കൂടി കൂട്ടിയിട്ട് 12 കിലോമീറ്റേഴ്സും 673 മീറ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. ബാലൻസ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് 20 കിലോമീറ്റേഴ്സിൽ നിന്ന് ഈ 2 സ്കൂളിലും കൊടുത്ത കിലോമീറ്റേഴ്സ് ഓഫ് കേബിൾ, അതായത് 12 കിലോമീറ്റേഴ്സും 673 മീറ്റേഴ്സും കുറച്ചാൽ പോരെ. സോ നമുക്കിവിടെ 20 കിലോമീറ്റേഴ്സിൽ നിന്ന് 12 കിലോമീറ്ററും 673 മീറ്ററും കുറയ്ക്കാം. ഇവിടെ മീറ്ററിനൊരു കൂട്ടില്ലല്ലേ, മീറ്ററിന് ഒരു കൂട്ട് വേണ്ടേ. അതുകൊണ്ട് നമുക്ക് 20 കിലോമീറ്ററിനെ എങ്ങനെ എഴുതാം? 19 കിലോമീറ്ററും 1000 മീറ്റേഴ്സിനും എഴുതാം. 1000 മീറ്റർ എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്റർ ആണല്ലോ. സോ നമ്മൾ ഇതിനെ ഇങ്ങനെ എഴുതി. ഇപ്പോൾ നമ്മുടെ മീറ്ററിനും കൂട്ടായി. ഇനി നമുക്ക് 19 കിലോമീറ്റർ 1000 മീറ്റേഴ്സ് മൈനസ് 12 കിലോമീറ്റേഴ്സ് 673 മീറ്റേഴ്സ് കുറയ്ക്കാം. ആദ്യം നമുക്ക് കിലോമീറ്റേഴ്സ് മാത്രം തമ്മിൽ കുറയ്ക്കാം. കിലോമീറ്റേഴ്സിൽ നിന്നേ കിലോമീറ്റേഴ്സ് കുറയ്ക്കാൻ പറ്റുള്ളൂ. സോ 19 മൈനസ് 12 എത്ര കിട്ടും? 9 മൈനസ് 2 എത്രയാണ്? 7 ആണ്. 1 മൈനസ് 1 0. സോ നമുക്ക് 7 കിലോമീറ്റർ എന്ന് കിട്ടും. സോ നമുക്കിവിടെ കിലോമീറ്റർ കിട്ടി. ഇനി മീറ്റേഴ്സ് തമ്മിൽ കുറച്ച് നോക്കാം. 1000 മീറ്റേഴ്സ് മൈനസ് 673 മീറ്റേഴ്സ് എത്ര കിട്ടും? 0 എന്ന് 3 പോവില്ല, സൈഡിൽ നിന്ന് എടുക്കും. ഇവിടെ 10 ആവും. ഇവിടുന്ന് പിന്നെ എടുക്കും. അവിടെ വന്നപ്പോൾ 9 ആവും. സൈഡിൽ രണ്ടാമത്തെ 0 10 ആവും. പിന്നെ ഒന്നാമത്തെ 0യിലേക്ക് എടുക്കുമ്പോൾ രണ്ടാമത്തെ 0 9 ആവും. ഒന്നാമത്തെ 0 10 ആവും. ഇനി 10ൽ നിന്ന് 3 കുറയ്ക്കുക. 10ൽ നിന്ന് 3 കുറച്ചാൽ 7 ആണ്. പിന്നെ 9ൽ നിന്ന് 7 കുറയ്ക്കുക. 9ൽ നിന്ന് 7 കുറച്ചാൽ 2 ആണ്. 9ൽ നിന്ന് 6 കുറയ്ക്കുക 3 ആണ്. അവിടെ 1 ഉണ്ടാവില്ല, 0 ആയിട്ടുണ്ടാവും. ഓക്കെ, സോ 327 മീറ്റേഴ്സ് എന്ന് കിട്ടി. ഇപ്പോൾ നമുക്ക് എത്ര വേണം കേബിള്?
7 കിലോമീറ്റേഴ്സും 327 മീറ്റേഴ്സ് കേബിളാണ് നമുക്ക് ഇനി ആവശ്യമുള്ളത്. മനസ്സിലായില്ലേ? ഇവിടെ മെത്തേഡ് 1 കൊടുത്തത് നമ്മൾ ഇപ്പോൾ പറഞ്ഞ സെയിം കാര്യങ്ങളാണ്. നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഇനി മെത്തേഡ് 2 നോക്കിക്കേ. 20 കിലോമീറ്റേഴ്സിൽ നിന്ന് 12 കിലോമീറ്റേഴ്സും 673 മീറ്റേഴ്സുമാണല്ലോ കുറയ്ക്കേണ്ടത്. 20 കിലോമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എത്ര മീറ്റേഴ്സാണ്? 20 × 1000 20,000 മീറ്റേഴ്സാണ്. ഇനി 12 കിലോമീറ്റേഴ്സും 673 മീറ്റേഴ്സും എത്ര മീറ്റേഴ്സ് ആണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരുമിച്ച് അങ്ങ് എഴുതിയാൽ മതി. നമുക്ക് അപ്പോൾ 12,673 മീറ്റേഴ്സ് എന്ന് കിട്ടും. കാൽക്കുലേറ്റ് ചെയ്യാതെയാണെങ്കിൽ ഒരുമിച്ച് അങ്ങ് എഴുതിയാൽ മതി. കാൽക്കുലേറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് കിട്ടിയതെന്ന് സംശയം വരുന്നുണ്ടെങ്കിൽ പറയാം. 12 കിലോമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എത്ര മീറ്റേഴ്സാണ്? ഒരു കിലോമീറ്റർ 1000 മീറ്റേഴ്സ് ആണ്. സോ 12 കിലോമീറ്റേഴ്സ് എന്ന് പറയുന്നത് എത്ര മീറ്റർ ആണെന്ന് ചോദിച്ചാൽ 12 × 1000. അപ്പോൾ നമുക്ക് 12,000 എന്ന് കിട്ടി. ഇനി 673 മീറ്റേഴ്സും രണ്ടും കൂടി കൂട്ടിയാൽ 12,673 എന്ന് കിട്ടും. ഇതെന്നെയാണ് നമ്മൾ ഒരുമിച്ച് അങ്ങ് എഴുതി കൊടുത്താലും നമുക്ക് കിട്ടുന്ന ഉത്തരം. ഓക്കെ, ഇപ്പോൾ നമുക്ക് എന്താണ് രണ്ടിനെയും നമ്മൾ മീറ്റേഴ്സിലേക്ക് മാറ്റി. ഇനി നമുക്ക് ഇത് മീറ്റേഴ്സ് തമ്മിൽ കുറയ്ക്കാം. അതായത് 20,000 നിന്ന് 12,673 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് 7,327 മീറ്റേഴ്സ് എന്ന് കിട്ടി. ഇനി ഇതിലെ കിലോമീറ്ററിലേക്ക് മാറ്റാൻ നമ്മൾ 7,327 എത്ര 1000 ഉണ്ട്? 7,000 ആണുള്ളത്. സോ 7 കിലോമീറ്റർ ആണ്. ബാലൻസ് വരുന്ന 327 മീറ്റേഴ്സും ആണ് വരുന്നത്. ഉത്തരം സെയിം ആണ്. 1 കിലോമീറ്റേഴ്സിലൂടെ നമ്മൾ ആൻസർ കണ്ടുപിടിച്ചു. രണ്ടാമത്തത് എല്ലാം നമ്മൾ മീറ്റേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിച്ചു. ഓക്കെ, നെക്സ്റ്റ് പേജ് എടുത്തത് ടാറിങ്. ദ റോഡ് ഇൻ ഫ്രണ്ട് ഓഫ് ആരതീസ് ഹോം ഈസ് ബീങ് ടാർഡ്. ആരതിയുടെ വീടിൻ്റെ മുൻപിലുള്ള റോഡ് എന്താണ്? ടാർ ചെയ്തിട്ടുണ്ട്. 9 കിലോമീറ്റേഴ്സ് ആൻഡ് 825 മീറ്റേഴ്സ് ഈസ് ദ ലെങ്ത് ടു ബി ടാർഡ്. 9 കിലോമീറ്റേഴ്സും 825 മീറ്റേഴ്സുമാണ് ടാർ ചെയ്യേണ്ടത്. പക്ഷെങ്കിൽ ആദ്യത്തെ ദിവസം 4 കിലോമീറ്റേഴ്സും 300 മീറ്റേഴ്സും മാത്രമേ ടാർ ചെയ്തിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ബാലൻസ് എത്ര വരുന്നുണ്ടെന്നാണ് ചോദ്യം. ടോട്ടൽ എത്ര കിലോമീറ്റേഴ്സ് ടാർ ചെയ്യേണ്ടതുണ്ട്? 9 കിലോമീറ്ററും 825 മീറ്ററും. പക്ഷേ ആദ്യത്തെ ദിവസം 4 കിലോമീറ്ററും 300 മീറ്ററും മാത്രമേ ടാർ ചെയ്തിട്ടുള്ളൂ. സോ ബാലൻസ് എത്ര ണ്ടെന്നറിയാൻ ടോട്ടലിൽ നിന്ന് ഫസ്റ്റ് ഡേ ടാർ ചെയ്തത് കുറച്ചാൽ മതി. അതായത് 9 കിലോമീറ്റേഴ്സും 825 മീറ്റേഴ്സിൽ നിന്ന് 4 കിലോമീറ്റേഴ്സും 300 മീറ്റേഴ്സും കുറയ്ക്കുക. നമുക്കിവിടെ ഇതിനെ മീറ്റേഴ്സിലേക്ക് മാത്രമായിട്ട് മാറ്റി എഴുതാം. മീറ്റേഴ്സിലേക്ക് മാത്രം എഴുതുമ്പോൾ അങ്ങ് ഒരുമിച്ച് എഴുതിയാൽ മതി. 9,825 മീറ്റേഴ്സിനും 4,300 മീറ്റേഴ്സിനും കിട്ടി. ഇനി ഇത് രണ്ടും കുറയ്ക്കുക. 5 ന്ന് 0 പോയാൽ 5 ആണ്. 2 ന്ന് 0 പോയാൽ 2 ആണ്. 8 നിന്ന് 3 പോയാൽ 5 ആണ്. 9 നിന്ന് 4 പോയാൽ 5 എന്നും കിട്ടും. 5,525 എന്ന് കിട്ടിയില്ലേ? അതിൽ കിലോമീറ്റേഴ്സിലേക്ക് മാറ്റണമെങ്കിൽ 5,000-ൽ 5 കിലോമീറ്റേഴ്സ് ആണുള്ളത്. 525 മീറ്റേഴ്സും. സോ നമുക്ക് ആൻസർ 5 കിലോമീറ്ററും 525 മീറ്റേഴ്സിനും കിട്ടി. അടുത്ത മെത്തേഡ് നോക്കാം. നമുക്ക് കിലോമീറ്ററിൽ തന്നെ കുറയ്ക്കാം. ആദ്യം കിലോമീറ്ററുകൾ മാത്രം കുറച്ച് 9 നിന്ന് 4 കുറയ്ക്കുക, 5 എന്ന് കിട്ടും. 5 കിലോമീറ്റർ നിന്നായി. ഇനി മീറ്റേഴ്സ് മാത്രം കുറയ്ക്കുക. അതായത് 825 നിന്നും 300 കുറയ്ക്കുക. ഓക്കെ, 825 നിന്ന് 300 കുറയ്ക്കുമ്പോൾ 5 നിന്ന് 0 പോയാൽ 5, 2 നിന്ന് 0 പോയാൽ 2, 8 നിന്ന് 3 പോയാൽ 5, 525 മീറ്റേഴ്സ് എന്ന് കിട്ടി. നമ്മുടെ ആൻസർ എന്ത് കിട്ടി? 5 കിലോമീറ്റേഴ്സ് എന്നും 525 മീറ്റേഴ്സ് എന്നും കിട്ടി. ഓക്കെ, ഈ മെത്തേഡ് ആണല്ലേ ഒന്നും കൂടി സിമ്പിൾ ആയിട്ടുള്ളത്.
അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് നെക്സ്റ്റ് പാർട്ട് 3 വീഡിയോ ആക്കി അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ആയിട്ട് ചോദിക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ പുതിയൊരു ചാനലാണ്, സോ നിങ്ങൾ സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ടാക്കുക. 4ാം ക്ലാസ്സിൻ്റെ വേറെയും സബ്ജക്റ്റിലുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ പ്ലേലിസ്റ്റിൽ പോയി നോക്കുക. ഇനി ഏത് സബ്ജക്റ്റ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് നിങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കുക. സോ താങ്ക് യു ഫ്രണ്ട്സ്.